കർത്താവിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के अति पवित्र नाम की महिमा हो. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ കർത്താവിന്റെ സന്നിധി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. ये आशीषमय रात के समय परमेश्वर के सम्मुख एक साथ आने के लिए प्रभु ने जो मौका दिया है इसके प्रभु को धन्यवाद करते हैं. ഇത്തിരി സന്തോഷം തരുന്ന ഒരു രാത്രിയാണ്. बहुत आनंदमय भरा हुआ एक रात का समय है. അതെ, ഹിന്ദി സഹോദരങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള ദേശത്തുള്ള പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത് വളരെ ആനന്ദകരമായ ഒരു കാര്യമാണ്. हमारे जो हिंदी भाषा बोलने वाले हमारे भाई बहन लोग आज हमारे साथ जुड़े हुए हैं, इसके लिए हमें बहुत आनंद की बात है. ആമേൻ. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. നമ്മളൊക്കെ പല രാജ്യക്കാരാണ്. हम सब अलग-अलग राज्य से हैं. പക്ഷെ നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ ഒറ്റ രാജ്യത്തിൽ അംഗങ്ങളാണ്. लेकिन हम लोग स्वर्ग के एक ही अंग हैं. ഹല്ലേലൂയ. ഒറ്റ രാജ്യക്കാരാണ്. हम एक ही राज्य के हैं. അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? कितने लोग खुशी है उस बात से? ഇവിടെ നമ്മൾ പറയും ഇന്ത്യനാണ്, ഇവിടെ നമ്മൾ പറയും പാകിസ്ഥാനിയാണ്, ഇവിടെ നമ്മൾ പറയും നേപ്പാളിയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അവിടെ ഒറ്റ രാജ്യക്കാരാണ്. भारतीय है या पाकिस्तानी है या नेपाली है, लेकिन उस जगह पे हम एक है, वो स्वर्ग राज्य के लोग हैं. ഹല്ലേലൂയ. ഇവിടെ കുറച്ച് വർഷങ്ങൾ കൂടിപ്പോയ ഇനി നിങ്ങൾക്ക് ചിലർക്ക് ഒരു 20 വർഷം കാണും, 10 വർഷം കാണും. ഒരു 10 വർഷം കൂടെ പറയും ഞാനൊരു ഇന്ത്യനാണ്, അതിനുശേഷം പറയണം ഞാനൊരു സ്വർഗരാജ്യക്കാരനാണ്. സ്വതന്ത്രം. हमें पता नहीं कितना समय इस धरती पे है, लेकिन उस धरती पे हम बोलेंगे कि हम यहाँ के हैं, वहाँ के, लेकिन उस समय के बाद जब स्वर्ग में जाएंगे हम वहाँ के हैं, एक ही परिवार के. കുറച്ച് നാളുകൂടെ നമുക്ക് അഭിമാനിക്കാൻ ഞാനൊരു ഇന്ത്യനാണ്, കുറച്ച് നാളുകൂടെ അഭിമാനിക്കാൻ ഞാനൊരു പാകിസ്ഥാനിയാണ്. പക്ഷേ ഇനി യുഗാനുയുഗം നാം ദൈവ രാജ്യക്കാരായി അഭിമാനിക്കാൻ പോകുകയാണ്. थोड़ा समय हम लोग बहुत घमंड उठाएंगे बोलने के लिए कि हम भारतीय है या पाकिस्तानी है करके, लेकिन थोड़ा उसके बाद जो हम बोलेंगे हम परमेश्वर के लोग हैं. എന്നറിയില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് നൽകാൻ നൽകിയ ദൂതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ നിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് വായിക്കുക. നമുക്ക് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, രണ്ട് വാക്യങ്ങൾ വായിക്കണം. ഫിലിപ്പിയ ലേഖനം 3:20, എഫേസ്യ ലേഖനം 2:19. आज रात के मनन के लिए सब लोग पवित्र शास्त्र को खोलेंगे. फिलिपियों की पत्री 3रा अध्याय उसका 20वां वचन को खोलेंगे. साथ ही साथ दूसरे एक और वचन को बोलना पड़ना है, वो है एफिसियों की पत्री 2रा अध्याय उसका 19वां वचन. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇനി എഫേസ്യ ലേഖനം 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. हिंदी में पढ़ेंगे. फिलिपियों की पत्री 3रा अध्याय उसका 20वां वचन. पर हमारा स्वदेश स्वर्ग पर है और हम एक उद्धारकर्ता प्रभु यीशु मसीह के वहां से आने की बाट जो रहे हैं. एफिसियों की पत्री 2रा अध्याय उसका 19वां वचन. इसलिए तुम अब विदेशी और मुसाफिर नहीं रहे, परंतु पवित्र लोगों के संगी, स्वदेशी और परमेश्वर के घराने के हो गए हैं. ഇന്ന് രാത്രി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ദൂതിതാണ്, ദൈവരാജ്യത്തിൽ നമ്മൾ ആരാണ്. आज रात को इस बात को मनन करने वाले कि हम परमेश्वर के राज्य में हम कौन हैं. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ നമ്മൾ ആരാണ്, നിങ്ങൾ ആരാണ്? परमेश्वर के राज्य में हम या फिर आप लोग कौन हैं. നിങ്ങൾക്ക് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടായിരിക്കാം. हम जब ये बात को रखते तो बहुत सोच विचार आता होगा. ഞാൻ ദൈവരാജ്യത്തിൽ അതല്ലേ, ഞാൻ ദൈവരാജ്യത്തിൽ ഇതല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്ത വരുന്നുണ്ടായിരിക്കാം. इस प्रकार से सोच रहे होंगे कि मैं स्वर्ग राज्य में वो हूँ या ये हूँ. പക്ഷേ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്, ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. ആ രാജ്യത്തിൽ പൊളിറ്റിക്കലി നിങ്ങൾ ആരാണ്? ये जो सवाल लेकिन आज हमें उठाया है, वो एक सरकार के सामने हम जब देखा जाएगा उसमें आप क्या पद लेके आते हो स्वर्ग राज्य में. അങ്ങനെ ഒരു രാജ്യത്തിൽ ഞാൻ ആരാ? उस एक राज्य में मेरा पद क्या है, मैं कौन हूँ. നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചേ, ദൈവരാജ്യത്തിൽ ദ കിങ്ഡം ഓഫ് ഗോഡിൽ ഞാൻ ആരാ? अब खुद से स्वयं से पूछिए कि परमेश्वर के राज्य में मैं कौन हूँ. ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഇന്ത്യയിൽ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, अगर मुझसे कोई पूछता है कि भारत में मैं कौन हूँ, ഞാൻ പറയുന്നില്ല തോമസ് പാസ്റ്റർ മോനാണ്. मैं ऐसा नहीं बोलूंगा कि मैं थॉमस पासवान का बेटा हूँ. പറയോ? ഞാൻ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ ഇന്ത്യയിൽ എന്താ? अगर मैं आपसे पूछ रहा हूँ कि भाई आप भारत देश में कौन है, അച്ഛൻ എന്നെ പറയാൻ പറ്റത്തില്ല ഞാൻ ഇന്ന ആരുടെ മോനാണെന്നോ ഈ വീട്ടിലെയാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതല്ല ചോദ്യം. उस सवाल का उत्तर आप ऐसा नहीं देंगे कि आप जो है इनका बेटे है या उस खानदान के हैं. ദൈവരാജ്യത്തിൽ നമ്മൾ ആരാ? परमेश्वर के राज्य में हम कौन हैं. ഒന്നാമത് ഇവിടെ വചനം പറയാണ്, പൗലോസ് പറയാണ്, पहला जो वचन में इस प्रकार पौलुस कहता है, ദൈവരാജ്യത്തിൽ നമ്മൾ പൗരന്മാരാണ്. हम परमेश्वर के राज्य में हम जो है नागरिक हैं. പാകിസ്ഥാനിൽ നിങ്ങൾ ആരാണ്? पाकिस्तानी भाई आप कौन हो?
നിങ്ങൾ ആ രാജ്യത്തിൽ പൗരന്മാരാണ്. आप भी उस स्वर्ग राज्य में नागरिक है. നേപ്പാളിൽ നിങ്ങൾ ആരാണ്? नेपाली भाई आप कौन हो? നിങ്ങൾ ആ രാജ്യത്തിന്റെ പൗരന്മാരാണ്. आप भी उस स्वर्ग राज्य के नागरिक है. ആമേൻ. ഇന്ത്യയിൽ ഞങ്ങൾ ആരാണ്? भारत देश के हम लोग कौन है? ഞങ്ങൾ ആ രാജ്യത്തിലെ പൗരന്മാരാണ്. हम भी उस जगह के जो है नागरिक है. എന്നതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ നമ്മൾ ആരാണ്? उसी प्रकार स्वर्ग राज्य में हम कौन है? നമ്മളെല്ലാവരും അവിടുത്തെ പൗരന്മാരാണ്. हम सब लोग एक साथ उस राज्य के नागरिक है. ഒരു സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾ ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. खुशी के साथ बोलिए हम परमेश्वर के राज्य के नागरिक है. ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പറയണം കേട്ടോ. ഇതൊരു ട്രാൻസ്ലേഷൻ കൂടെ ഉണ്ടായതുകൊണ്ട് ആമേൻ നിങ്ങൾ ചേർന്ന് ഇങ്ങനെ പറയണം. സ്വന്തം. അപ്പോൾ ദൈവരാജ്യത്തിൽ നമ്മൾ പൗരന്മാരാണ്. तो स्वर्ग राज्य के परमेश्वर के राज्य के हम जो है नागरिक है. ഈ പൗരന്മാരോട് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ് इसी लोगों से परमेश्वर की दास पौलुस जो इस प्रकार से कहता है इफिसियों के पत्र 2 अध्याय 19वां वचन में, ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, इसलिए तुम अब विदेशी और मुसाफिर नहीं रहे, നിങ്ങൾ ഇവിടെ സിറ്റിസൺസ് ആണ്. परंतु तुम यहाँ के स्वदेशी बन चुके हैं. ഹല്ലേലൂയ. എന്താ പറയുന്നേ? ദൈവജനത്തോട് പറയുകയാണ്, परमेश्वर के जन से इस प्रकार से कहते हैं, ആ രാജ്യത്തിലെ പൗരന്മാരോട് പറയുകയാണ്, उस राज्य के स्वदेश के नागरिक से इस प्रकार से कहते हैं. നമ്മളെല്ലാം ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. अभी हम सब स्वर्ग राज्य के जो है नागरिक है. ഈ നമ്മളോട് എന്താ പൗലോസ് പറയുന്നേ? और हमसे पौलुस क्या कहता है? നമ്മൾ അന്യരും പരദേശികളും അല്ലെന്ന് ഈ രാജ്യത്ത്. हम अभी जो है इस राज्य के अंदर विदेशी या मुसाफिर नहीं है. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ऐसा बोलने का कारण क्या है? പലപ്പോഴും നമ്മുടെ ഇരിപ്പ് കണ്ട ദൈവത്തിന് തോന്നുകയാണ് നമ്മൾ ഏതോ അന്യരും പരദേശികളുമായിട്ടിരിക്കുക. ऐसा बोलने का कारण ये कि हम जिस प्रकार से बैठते हैं तो पौलुस को भी बोलना पड़ रहा है कि हम उस प्रकार से बैठते हैं कि हम विदेशी और मुसाफिर हैं. ഞങ്ങൾ ഒമാൻ രാജ്യത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ അനുഭവമാണ് നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ हम जिस प्रकार से ओमान राज्य में उतरे हैं उस प्रकार से आपका जो चेहरा देख के हमें भी लगता है. മനസ്സിലാകുന്നുണ്ടോ? പുതിയൊരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ റൂൾസ് എന്നാ, എങ്ങനെ നടക്കണം, എങ്ങനെ ക്രോസ് ചെയ്യണം, എങ്ങനെ വണ്ടി ഓടിക്കണം. പാസ്റ്റർക്കറിയാം. ഞാൻ വന്ന് പാസ്റ്ററിനെ എടുത്തല്ലോ പാസ്റ്ററിനെ എടുക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ആദ്യമായിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇടത്ത് വശത്തോട് കയറാൻ പോകും. അപ്പോഴാണ് മനസ്സിലാക്കി ഇടത്ത് വശത്ത് ഡ്രൈവിംഗ് സീറ്റ് ആണ്, ഇവിടെ വലത്ത് വശത്താണ് ഇരിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? हम जब पहले बार एक राज्य में आते वहाँ का नियम कुछ हमें पता नहीं रहता. हम जब पहले बार ओमान राज्य में आए थे, आपको पता है कि इस जगह पे दाएं में या बाएं में जिस जगह पे हम गाड़ी चलाना वो अंतर में हमें तकलीफ हो रहा था. ആമേൻ. അപ്പോൾ നമ്മുടെ ഇരിപ്പ് കണ്ടിട്ട് പലപ്പോഴും ദൈവാത്മാവ് തോന്നുകയാണ് ഇത് നമ്മുടെ രാജ്യമാ, പക്ഷേ നമ്മൾ ഇവിടെ അന്യരും പരദേശികളുമായിട്ടിരിക്കുക. लेकिन परमेश्वर के राज्य में हम जिस प्रकार से अभी बैठे हैं वो देखकर परमेश्वर को लगता तो है कि हम उस राज्य के हैं, लेकिन अपना बैठना चाल चलन को देखकर लग नहीं रहा है कि आपको लगता है करके. ആത്മ പറയുകയാണ് आत्मा इस प्रकार से आपसे कहता है നിങ്ങളുടെ അന്യരും പരദേശികളും അല്ല, आप यहाँ पे स्वदेशी या मुसाफिर नहीं है, ഇത് നിങ്ങളുടെ രാജ്യമാണ്. ये आपका राज्य है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ഭവനമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യമല്ലേ. हमें जब पता है कि ये हमारा घर है करके तो हमें प्रत्येक तरीके का स्वतंत्रता ഇപ്പൊ मिलती है. നമ്മളൊരു ഒരു 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 വീട്ടിൽ വിസിറ്റിംഗിന് പോയി കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോണെങ്കിൽ പോലും നമ്മളൊന്ന് ചോദിക്കും, അനുമതി ചോദിക്കും. हम जब किसी और के घर पे जाते हैं तो हमें अगर बाथरूम जाना पड़े तो भी हम उन घर के घराने से पूछेंगे कि कहाँ पे जाना है, हम जा सकते നമ്മൾ हैं. അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്ന് ചോദിക്കും, ഇങ്ങോട്ട് പോകണമെങ്കിൽ ചോദിക്കും. നമുക്ക് ഭയങ്കര റെസ്ട്രിക്ഷനാണ്. दूसरे घर पे जाने में वहाँ पे जाना हो यहाँ पे जाना हो हमें जो है पहले से पूछताछ करना പക്ഷെ पड़ता है. നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. लेकिन हमारे खुद के घर पे कोई बंदगी हमको नहीं है. ഇതന്നെ പൗലോസ് പറയുന്നേ. यही पौलुस कहता है. ആകയാൽ നിങ്ങൾ ഇവിടെ അന്യരും പരദേശികളുമല്ല, इसलिए तुम यहाँ पे विदेशी और मुसाफिर नहीं ഇത് हो, നിങ്ങളുടെ രാജ്യമാണ്. ये आपका राज्य है. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? कितने लोग ये अनुभव करते हैं? ഇതിനകത്ത് ഇരുന്നിട്ടും നിങ്ങൾക്കൊരു ഫ്രീഡം തോന്നുന്നില്ലെങ്കിൽ, നിങ്ങളുടെ നാവ് ചലിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആത്മീയമായ ഫ്രീഡം തോന്നുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല ഇത് നിങ്ങളുടെ രാജ്യമാണെന്ന്. प्यारों, आज इस जगह पे संगति में बैठते समय अगर आपको वो स्वतंत्रता नहीं मिल रहा है, मतलब आपको इधर आपके परमेश्वर की उपस्थिति में आपको स्वतंत्रता नहीं है, मतलब आपको नहीं लग रहा है कि आप परमेश्वर के राज्य में हैं. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയും നമ്മുടെ രാജ്യമാണെന്ന് പറഞ്ഞു. आपके पास में जो बैठे उनको कहिए ये हमारा राज्य है. ഹല്ലേലൂയ. ഇത് ദൈവരാജ്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? कितने लोग विश्वास करते हैं ये जो है परमेश्वर का राज्य है? യേശു എന്നെ പറഞ്ഞേ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. यीशु मसीह इस प्रकार से कहा कि परमेश्वर का राज्य जो है आप लोग के बीच में है. ശരിയാണ്, ഒരു അക്ഷരികമായ ദൈവരാജ്യം നമ്മൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. सही तरीके से शारीरिक तौर से हम एक स्वर्ग राज्य के इंतजार में है. പക്ഷെ അപ്പൊ തന്നെ ഇതൊരു ദൈവരാജ്യമാണ്. उसी समय ये जो है परमेश्वर का राज्य है. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ യാതൊരു തടസ്സമില്ല. ഒന്ന് ആത്മാവിൽ ഫ്രീ ആയിക്കെ, ഒന്ന് സ്തോത്രം പറഞ്ഞ്, ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഇത് ദൈവത്തിന്റെ രാജ്യമാണെന്ന് മനസ്സിലാക്കി, ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കി
हमें जो है परमेश्वर की उपस्थिति को जो है महसूस करना है। ഇവിടെ നിങ്ങൾക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണം. यहाँ पे परमेश्वर की उपस्थिति को आपको महसूस करना है। ഇവിടെ നിങ്ങൾക്ക് ആത്മാവിൽ വലിയൊരു ഫ്രീഡം ഉണ്ടായിരിക്കണം. आत्मा के अंदर आपको एक स्वतंत्रता मिलनी है। കാരണം ഇത് വചനം പറയാണ്, നിങ്ങളുടെ അന്യരും പരദേശിയുമല്ല, ഇത് നിങ്ങളുടെ രാജ്യമാണ്. क्योंकि परमेश्वर का वचन कहता है कि यहाँ पे आप विदेशी या मुसाफिर नहीं है, आप स्वदेशी हैं, आपका राज्य है। ഓക്കേ, അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ ആരാണ്? നമ്മൾ സിറ്റിസൺസ് ആണ്. हम परमेश्वर के राज्य में हम कौन है? उस राज्य के नागरिक हैं। ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, തമ്മിൽ പറഞ്ഞേ, നമ്മൾ ആ രാജ്യത്തിൽ, ഈ രാജ്യത്തിൽ സിറ്റിസൺസ് ആണ്. एक दूसरे को देखकर फिर से बोलिए, हम इस राज्य के नागरिक हैं। ഹല്ലേലൂയ. हालेलुया। പേടിക്കണ്ട. डरो मत। നമ്മൾ ഇവിടെ പല രാജ്യത്താണെങ്കിലും ഞാൻ ഇപ്പൊ പറഞ്ഞ രാജ്യത്ത് നമ്മളെല്ലാം ഒന്നാണ്. शारीरिक तौर से अलग-अलग जगह से है तो भी आत्मिक तौर से हम एक ही राज्य के हैं। അതെ നമ്മൾ ഈ രാജ്യത്തിൽ ഇവിടെ പല രാജ്യക്കാരാണെങ്കിലും ഇപ്പൊ പറഞ്ഞ രാജ്യത്തിൽ നമ്മളെല്ലാം ഒറ്റ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. हम लोग यहाँ पे शारीरिक तौर से अलग-अलग राज्य के होंगे, लेकिन आत्मा में हम एक ही राज्य के हैं। ഹല്ലേലൂയ. हालेलुया। ഈ ദൈവരാജ്യത്തിന് പൗരന്മാരായി കഴിഞ്ഞാലുള്ള ഗുണം എന്താ പറയുക? जब हम परमेश्वर के राज्य के नागरिक बन जाते हैं तो उसका गुण क्या है? നമുക്കറിയാം, ഒരു രാജ്യത്തിലെ പൗരന്മാരായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ കൺസേൺ ആണ് ആ രാജ്യത്തിലെ പൗരന്മാരുടെ പ്രൊട്ടക്ഷൻ. हम जब एक राज्य के नागरिक बनते हैं तो उस राज्य की जिम्मेदारी होता है कि उस नागरिक का देखभाल करना या फिर उसका सुरक्षा को देखभाल करना। നമുക്കറിയാം, ഇപ്പോൾ ഈ യുക്രൈന്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ हम जानते हैं जब पूरा यूक्रेन राज्य में एक बड़ा सा युद्ध का पूरा ऐलान जब हुआ था, റഷ്യ യുക്രൈനെ അടിച്ചപ്പോൾ जब रशिया राज्य ने यूक्रेन राज्य के ऊपर हमला किया, നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ അല്ല നാഷണൽ ചാനലുകൾ മുഴുവൻ ഒറ്റ സംസാര വിഷയമുള്ളൂ, യുക്രൈനെ റഷ്യ അടിക്കുകയാണ്. उस समय का समाचार पूरा भरकर वही युद्ध का ऐलान के बारे में, युद्ध के बारे में दिखाता था। അന്ന് ഏത് സ്ഥലത്ത് നോക്കിയാലും ഉള്ള വാർത്ത മുഴുവൻ ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. उस समय सारे जगह पे वही समाचार को दिखाया जाता था। എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം लेकिन थोड़ा समय के बाद ഇപ്പം अभी जरा देख लीजिए, എന്റെ ചോദ്യം, യുക്രൈൻ യുദ്ധം കഴിഞ്ഞോ? मेरा सवाल ये है कि क्या वो युद्ध खत्म हो गया है? ഇല്ലല്ലോ, नहीं खत्म हुआ, ഇപ്പോൾ നടക്കുകയല്ലേ. अभी भी वो युद्ध चालू है। പക്ഷെ ആ വാർത്ത കേട്ടിട്ട് 10 ദിവസമായി. लेकिन कितना दिन हो गया हम लोग को समाचार को सुनकर? വല്ലപ്പോഴും വല്ല ലോക വാർത്തയ്ക്കകത്ത് ഇതൊന്ന് വന്നാലായി. कभी बीच में कोई एक दुनिया के समाचार के बीच में आया तो आया, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. और उस समय हमें मालूम पड़ता है कि अभी तो वो युद्ध चालू है करके। പക്ഷെ ഇത് തുടങ്ങിയപ്പോ മുഴുവൻ സമയം ഇത് തന്നെ വാർത്തയായിരുന്നേ. लेकिन जब ये चालू हुआ तभी इतना बड़ा समाचार उसको बना दिया। എന്തുകൊണ്ടാ ടിവി മാധ്യമങ്ങൾ, നാഷണൽ ചാനലുകൾ മുഴുവൻ ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്? क्योंकि टीवी सारे जगह पे ये समाचार क्यों था? അതിന്റെ കാരണം എന്നറിയാമോ? उसका कारण यही അന്ന് है। ആ സമയത്ത് നമ്മുടെ രാജ്യത്തിലെ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. कारण ये है कि हमारे राज्य के बहुत सारे बच्चे उस जगह पे पढ़ाई में गए हुए थे। ആമേൻ. ആ കുഞ്ഞുങ്ങൾ മുഴുവൻ നമ്മുടെ രാജ്യത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ जब वहां से हमारे देश के बच्चे वापस लौट आ ഈ गए, വാർത്ത അവസാനിച്ചു. ये समाचार यहाँ पे बंद हो गया। പിന്നെ ഈ സംസാരം അങ്ങ് നിന്നു. अभी ये बातें भी नहीं है, പിന്നെ മന്ത്രിമാർ സംസാരമില്ല. यहाँ पे भी मंत्री जब भी ये बातें नहीं कर പിന്നെ रहे, ആൾക്കാർ ഇടപെടുന്നതിന് മീഡിയക്ക് താല്പര്യമില്ല. मीडिया को हो भी इसके कोई इंतजार में नहीं है। ഇവിടുത്തെ രാജ്യത്തിലെ കുറച്ച് പൗരന്മാരാണ് യുക്രൈനിൽ കിടന്നപ്പോൾ ഈ രാജ്യം മുഴുവൻ ടെൻഷനിലായിരുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ जब इस राज्य के जन यूक्रेन राज्य में था, तभी हमारे इस राज्य के जब सरकार से लेके पूरा लोग टेंशन में आ गए थे, तो हमारे बारे में क्या होगा प्यारे? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവ രാജ്യത്തിലെ പൗരന്മാരായ നമ്മുടെ പ്രൊട്ടക്ഷൻ ദൈവത്തിന്റെ കൺസേൺ ആണെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഒന്ന് വിശ്വസിച്ച് ആത്മാവിൽ പറഞ്ഞ്, എന്റെ പ്രൊട്ടക്ഷൻ ദൈവത്തിന്റെ കൺസേൺ ആണ്. इस दुनिया के अगर सरकारों के बीच में, राज्यों के बीच में सुरक्षा के लिए इतना चिंतित होते हैं, तो हम परमेश्वर के राज्य में होने के नाते हमारे परमेश्वर को हमारा सुरक्षा के विषय में कितना चिंता होगा। ചൈന ഇടപെട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. अगर चाइना इस विषय में बोलेगा नहीं, तो भी भारत देश को तो बोलना पड़ेगा। ജപ്പാൻ ഇടപെട്ടില്ലെങ്കിലും ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. जापान इस विषय में बात नहीं करेगा, तो भी भारत देश को उसके नागरिक के लिए बोलना पड़ेगा। കാരണം ഇന്ത്യയുടെ പൗരന്മാർ അവിടെ കിടക്കുകയാ. क्योंकि भारत के नागरिक जो है यूक्रेन में पड़े हैं। സഹോദരങ്ങളെ, ആത്മാവിൽ വിശ്വസിച്ച് നമ്മളൊരു പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക്
വേണ്ടി സ്വർഗത്തിന് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രൊട്ടക്ഷൻ ആ രാജ്യത്തിന്റെ കൺസേൺ ആണ്, ആ കിങ്ഡത്തിന്റെ കൺസേൺ ആണ്. വിശ്വസിക്കുന്നവരെ കരം അടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് വിശ്വാസത്തോടെ എന്റെ പ്രൊട്ടക്ഷൻ ദൈവരാജ്യത്തിന്റെ കൺസേൺ ആണ്. अगर इस संसार के लोग सरकार को इतना चिंता है तो आपको विश्वास के साथ बोलना है, मैं परमेश्वर का राज्य का नागरिक होने के नाते परमेश्वर को मेरा सुरक्षा का चिंता होगा ही होगा। ഒരു സജഷൻ എന്ന് പറഞ്ഞോട്ടെ, ഞാൻ വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആരാധിക്കാം. കാരണം നമ്മുടെ ഹിന്ദി സഹോദരങ്ങൾക്കും കൂടെ അല്ലെങ്കിൽ ആ വാക്ക് വചനം എത്തത്തില്ല. സ്വന്തം നമ്മുടെ ഭൂരിപക്ഷം മലയാളികളാന്ന് വെച്ചോണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കരുത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. അതും കൂടെ ഒന്ന് വന്നിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സ്വന്തം ഹല്ലേലൂയ. അപ്പം അവൻ നമ്മുടെ പ്രൊട്ടക്ഷൻ ദൈവരാജ്യത്തിന്റെ കൺസേൺ ആണ്. हमारी सुरक्षा परमेश्वर के राज्य की चिंता की बात है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൽ പറയുന്നേ, ആമേൻ, നമുക്ക് ബ്ലഡ് കവനന്റ് ഉണ്ട്, ബ്ലഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, യേശുവിന്റെ രക്തത്താലുള്ള കവറിംഗ് ഉണ്ട്. इसलिए तो वचन कहता है कि परमेश्वर के पवित्र लहू से हमें सुरक्षा मिलती है। അതുകൊണ്ടല്ലേ വചനം പറയും നമുക്ക് ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ട്. इसलिए कहते हैं कि हमें स्वर्गदूतों से सुरक्षा मिलती है। അതുകൊണ്ടല്ലേ വചനം പറയുന്നേ ദൈവം തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു എന്ന്. इसलिए वचन कहता है कि परमेश्वर के भक्त जन के लिए परमेश्वर का जो जन है, दूतगण है, यहाँ चारों ओर लगा हुआ है। അതുകൊണ്ടല്ലേ വചനം പറയുന്നേ യഹോവ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പരിചയം പോലെ എന്ന് പറയുന്നത്. इसलिए वचन कहता है कि परमेश्वर अपने भक्त जन के लिए एक परिचय के समान खड़ा रहता है। അതുകൊണ്ടല്ലേ വചനം പറയുന്നത് ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി എന്ന്. इसलिए तो वचन कहता है कि अय्यूब के जीवन के लिए, उसके पूरे जगह के लिए वो वहाँ पे एक बाउंड्री के समान खड़ा हो गया। നമ്മുടെ പ്രൊട്ടക്ഷൻ ആ രാജ്യത്തിന്റെ കൺസേൺ ആണ്. मतलब हमारी सुरक्षा की चिंता जो है परमेश्वर के राज्य की बात है। ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, എന്റെ പ്രൊട്ടക്ഷൻ ആ ദൈവരാജ്യത്തിന്റെ കൺസേൺ ആണെന്ന് പറഞ്ഞേ. विश्वास के साथ सब लोग कहिए, मेरा सुरक्षा की बात जो है वो परमेश्वर के राज्य की काम है। ഹല്ലേലൂയ. രക്തത്താൽ ജയം. ആമേൻ. ഇനി ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ആമേൻ. ഒരു രാജ്യത്തിന്റെ പൗരനാകുമ്പോൾ പ്രൊട്ടക്ഷൻ മാത്രമല്ല നമുക്ക് പ്രിവിലേജസും ഉണ്ടാകുന്നു. हम जब एक राज्य के नागरिक बनते हैं, सिर्फ सुरक्षा नहीं है, बहुत अनेक और गुण हमें मिलता है। നമുക്കറിയാം ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് വിദേശികളെക്കാൾ ഒത്തിരി പ്രിവിലേജുകളുണ്ട്. हम जानते हैं कि एक राज्य के नागरिक को विदेशी लोगों से भी बढ़कर बहुत सारे लाभदायक बातें होती है। ആമേൻ. വിദേശികൾക്ക് ആമേൻ ചില കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഇവിടുത്തെ സിറ്റിസൺസിന് ഒരുപാട് ആനുകൂല്യങ്ങൾ ആ രാജ്യം കൊടുക്കും. विदेशी लोगों को थोड़ा बहुत गुण यहाँ वहाँ से मिलेगा, लेकिन वहाँ के नागरिक को जो है बहुत कुछ लाभदायक बातें मिलती है। ഇതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ वैसे ही है परमेश्वर के राज्य में। എല്ലാവർക്കും ഉള്ളതിനേക്കാൾ അപ്പുറമായ എന്തോ ചില സ്പെഷ്യൽ പ്രിവിലേജുകൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. सारे लोगों को जो बातें मिलती है उसमें से कुछ नया, कुछ अलग परमेश्वर के जन को मिलता है। ദൈവം അവർക്ക് നല്ല നന്മ ചെയ്യുന്നു, ഇവർക്ക് നന്മ ചെയ്യുന്നു, പക്ഷേ നമുക്ക് വേണ്ടി ദൈവം ചില സ്പെഷ്യൽ കരുതി വെച്ചിട്ടുണ്ട്. हम देखते हैं कि परमेश्वर जो है सारे लोगों को यहाँ पे भी एक अच्छी बातें हो रही है, वहाँ पे भी अच्छी बातें हो रही है, लेकिन परमेश्वर के जन को उस राज्य में उस नागरिक होने के नाते कुछ अलग और करता है। ഞാനത് പറഞ്ഞില്ലായിരുന്നു, ദൈവം തന്റെ ഗുപ്തനിധികൾ, ദൈവം ആമേൻ സീക്രട്ട് പ്ലേസിൽ വെച്ചിട്ടുള്ള തന്റെ നിക്ഷേപങ്ങൾ, ഇതൊക്കെ ആർക്കെന്നറിയാമോ? ആ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ളതാണ്. पिछले दिनों में वचन में हमने इस प्रकार से पढ़ा था, परमेश्वर अपना रहस्यमय जो तोहफाएं है, रहस्यमय जो धन है परमेश्वर के जन के लिए निकाल के रखा है। സ്പെഷ്യൽ പ്രിവിലേജുകൾ ആ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞു. आप जरा हाथ मिलाकर बोलिए, हमारे लिए परमेश्वर के राज्य में एक अनोखा धन रखा गया है। ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിൽ അടയപ്പെട്ട വാതിൽ നിങ്ങളുടെ മുമ്പിൽ അത് തുറക്കും. सारे लोगों के लिए जो बंद पड़ा दरवाजा आपके लिए खुल जाता है। വിശ്വസിക്കാൻ പറ്റുമോ? हालेलुया। നാട്ടുകാരുടെ ലോകക്കാരുടെ മുമ്പിലൊക്കെ അടഞ്ഞു കിടന്ന വാതിൽ നമുക്ക് ചില സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ളത് കൊണ്ട് നമുക്ക് വേണ്ടി അത് തുറക്കും. पूरी दुनिया के दूसरे लोगों के लिए बंद पड़ा हुआ दरवाजा हमारे लिए जो है खुल जाता है। മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ रहा है? ഈ രോഗത്തിന് മരുന്നില്ല. ये बीमारी के लिए दवाई नहीं है। ഇതെല്ലാവർക്കും ഒരുപോലെ. ये सारे लोगों के लिए एक ही समान है। പക്ഷെ നമുക്കൊരു പ്രിവിലേജ് ഉണ്ട്. लेकिन हमारे लिए एक लाभ की बात है। നമ്മുടെ യെശയ്യാ പ്രവചനം 53 നമ്മൾ തുറന്നു വെച്ചിട്ട് हम जब यशायाह नबी का पुस्तक 45
वचन का अध्ययन നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ വചനം പറയുന്നു അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന്. वचन कहता है कि परमेश्वर तेरे घायल होने से मुझे चंगाई मिलता है। ശരിയാ, ഈ രോഗം മാറത്തില്ല, എല്ലാവർക്കും മാറത്തില്ല, പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് ഈ രാജ്യത്തിലുണ്ട്. सही बात है, ये बीमारी में से चंगाई सबको मिलता नहीं है, लेकिन हमारे लिए इस परमेश्वर के राज्य में होने के नाते चंगाई है। അങ്ങനെ ആ രോഗ സൗഖ്യങ്ങൾ അനുഭവിച്ചവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. चंगाई मिला है, प्रभु ഞാൻ धन्यवाद പറയുന്നത് ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിൽ അടയപ്പെട്ട വാതിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തുറക്കും. കാരണം ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആ രാജ്യത്തിൽ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. बाकी लोगों के लिए बंद पड़ा हुआ दरवाजा हमारे लिए जब हम प्रार्थना करेंगे तभी खुलेगा, क्योंकि हम परमेश्वर के राज्य के नागरिक हैं। ആമേൻ. എന്റെ മമ്മിക്ക് 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. हमारी जो मम्मी को जो है 4th स्टेज का कैंसर था। ഹല്ലേലൂയ. ആമേൻ. എന്റെ വിവാഹത്തിന് തൊട്ട് മുമ്പാണ് ആമേൻ 4th സ്റ്റേജ് ക്യാൻസർ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. हमारे शादी के थोड़ा 1 महीने के पहले ही हमें मालूम पड़ा कि उनको कैंसर है ഇനി ആമേൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞതാ. और उन्होंने कहा कि अभी बचने का कोई भी अवस्था नहीं है, എന്നാൽ കർത്താവ് വിടുവിച്ചു. लेकिन प्रभु ने बचाया। ഒന്ന് ചേർന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു. ശരിയാ, ക്യാൻസർ 4th സ്റ്റേജ് മാറാൻ സാധ്യതയില്ലാത്തതാണ്. ये बात है, कैंसर जब 4th स्टेज पे आता है तो वहां से कोई बचकर नहीं പക്ഷെ निकलता, ഞങ്ങൾക്കൊരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് ആ രാജ്യത്തിൽ. लेकिन हमें जो है इस परमेश्वर के राज्य में एक प्रत्येक लाभदायक ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞെന്ന് ആരാധിച്ചു. ആ കരം ഒന്ന് ചേർത്തടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് ആ പ്രിവിലേജ് അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ഓ യേശുവിന്റെ നാമത്തിൽ നമുക്കൊരു പ്രത്യേക പ്രിവിലേജ് ഈ രാജ്യത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. इस परमेश्वर के राज्य में हमारे लिए प्रत्येक तरह से अलग किया हुआ लाभदायक बातें हैं। ഒരു ആക്സിഡന്റിൽ എന്റെ മമ്മിയുടെ കൈ പറഞ്ഞു പോയതാ, ടെൻഡൻ മുറിഞ്ഞു പോയതാ. एक एक्सीडेंट में मेरी मम्मी का जो है हाथ जो है पूरा टेंडन उसका पूरा निकल गया था, ആമേൻ. ടെൻഡൻ മുറിഞ്ഞു പോയതാ. वो उनका अंदर से टेंडन जो है पूरा निकल गया था। ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് പൊങ്ങത്തില്ലെന്ന് പറഞ്ഞതാ. ऑपरेशन नहीं करेंगे तो वो हाथ उठेगा नहीं करके बोला। എന്നാൽ ഓപ്പറേഷൻ ചെയ്യാൻ അന്ന് അവിടെ സൗദിയിൽ എന്തോ സാഹചര്യമില്ലായിരുന്നു. ഞാനൊന്നും വിശദീകരിക്കാതെ പറയുക. ആമേൻ. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. ऑपरेशन उस समय का जो पूरी अवस्था हम बता नहीं सकते, अभी बता नहीं सकते, लेकिन उस समय ऑपरेशन हम नहीं कर पाए, പക്ഷെ കൈ പൊങ്ങി. लेकिन हाथ तो उठा। പെട്ടെന്നല്ല, നാളുകൾക്ക് ശേഷം കൈ ദൈവം थोड़ा പൊക്കി. समय तो लगा, लेकिन हाथ उठ गया। ഇങ്ങനെ വീണ് കിടന്ന കൈ ഓപ്പറേഷൻ കൂടാതെ പൊക്കാൻ ദൈവം കൃപ നൽകി. नीचे पड़ा हुआ हाथ वो ऑपरेशन के बिना उठ गया। ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ये आपको समझ में आ रहा है? എല്ലാവർക്കും ഇതായിരിക്കും സിറ്റുവേഷൻ. പക്ഷെ നമുക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രിവിലേജ് ആ രാജ്യത്തിലുണ്ട് പ്രിയപ്പെട്ടവർ. यारों, सारे लोगों के लिए असंभव लगती इस प्रकार की बातें होगी, लेकिन हम വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ച്, വിശ്വസിക്കുന്നവർ ആത്മാവിൽ അതിനെ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ we have a special privilege in the kingdom of God because we are the citizens of the kingdom of God. യേശുവിന്റെ നാമത്തിൽ we need to claim the privileges that we have. हमें घोषणा करना है कि हमें जो बातें के गुण परमेश्वर ने दिया उसको घोषणा करना है। ഞങ്ങളുടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് ഈ വാർദ്ധക്യ പെൻഷൻ അനുവദിച്ച് കിടക്കുക. हमारी एक दादी है, उनको जो है ये बुढ़ेपन में आने में भारत में जो पेंशन की बातें निकला गया है, അത് അമ്മച്ചിയുടെ അവകാശമാണ്. वो जो है उनकी अवकाश की बात है, उनका खुद की बात है कि वो लेने का, She is eligible for that. उनके अंदर वो जो है सारी बातें काबिलियत की बातें है कि वो ले പക്ഷെ सकते അമ്മച്ചി हैं। ഇത്ര പ്രായമായി, പിന്നെ മക്കളൊക്കെ നല്ല സിറ്റുവേഷൻ ആയതുകൊണ്ട് അമ്മച്ചിക്ക് അത് പോയി അതിന് പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുത്ത് മേടിക്കാനുള്ള താല്പര്യമില്ല. लेकिन वो दादी भी उम्र की हो गई है, बच्चे भी अच्छे पद पे है, तो उनको इच्छा नहीं है कि वो जाकर वो पेंशन को ले ले। പക്ഷെ अമ്മച്ചിക്ക് ആ പ്രിവിലേജ് ഉണ്ടോ? लेकिन सवाल ये है, क्या वो दादी को वो गुण या वो लाभ मिल सकता है? क्या പ്രിവിലേജ് ഉണ്ടോ? लाभ मिल सकता है? क्या പ്രിവിലേജ് ഉണ്ട്, പക്ഷെ വേണ്ടെന്ന. लाभ मिल सकता है, लेकिन दादी कहती है मुझे नहीं चाहिए। എഴുതി കൊടുത്താൽ കിട്ടും. अगर लिख के देंगे सरकार को तो मिल जाएगा पेंशन। ഇതുപോലെ നമ്മുടെ കാര്യം उसी प्रकार से हमारी बातें, നമുക്കൊരു പ്രത്യേക കൺസിഡറേഷൻ ഈ രാജ്യത്തുണ്ട് കേട്ടോ. इस परमेश्वर के राज्य में हमारे लिए भी प्रत्येक तरीका का एक कंसिडरेशन या परमेश्वर हमें चुना गया। അച്ഛാ, ഈ രോഗത്തിന് മരുന്നില്ലായിരിക്കാം, इस धरती पे उसका दवाई नहीं होगा, പക്ഷെ നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ട്. പ്രാർത്ഥിച്ച ദൈവം അത് സൗഖ്യമാക്കും. लेकिन इस राज्य में अगर प्रार्थना करेंगे तो प्रभु आपको चंगाई देगा। എല്ലാവരുടെ മുമ്പിൽ അടഞ്ഞ വഴിയായിരിക്കാം, പക്ഷെ നമുക്ക് വേണ്ടി ദൈവം അതങ്ങ് തുറക്കും. सब लोगों के लिए वो जगह जो है वो रास्ता बंद होगा, लेकिन हमारे लिए खुलेगा। ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇതൊരു കടലാണ്, പക്ഷെ ദൈവജനത്തിന് മാത്രം ഒരു പ്രത്യേക പ്രിവിലേജ് അവർക്ക്
ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. ആമേൻ. എന്റെ മെയിൻ കണ്ടന്റിലോട്ട് വരികയാണ്, പ്രസംഗത്തിന്റെ മെയിൻ ഇതിലോട്ട് വരിക. समाचार के मुख्य पद जगह पे हम आ रहे हैं. നമ്മുടെ നിയോഗത്തിലേക്ക് ഒന്ന് കയറാൻ പോവാ. हम जो है परमेश्वर की उस बुलाहट की ओर चढ़ रहे हैं. ഇത്രനേരം നമ്മൾ എന്നെ കേട്ട് നമ്മുടെ ഈ രാജ്യത്തിൽ ആരായിരുന്നു? अभी तक हमने सुना कि इस राज्य में हम कौन थे. പറഞ്ഞേ, അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, आपके पास में जो बैठे बोले हम नागरिक थे परमेश्वर के राज्य के. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഇതിന്റെ ഒരു അല്പം പടി മേളിലോട്ട് കയറിയ. अभी इसमें से एक पद हम ऊपर चढ़ने वाले हैं. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? അടുത്തൊരു പദം മേളിലോട്ട് കയറാൻ പോവാ. एक पद जो है हम लोग कदम ऊपर रखने वाले हैं. അവൻ ആ പദവി എന്താ? वो पद क्या है? വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5:20. दूसरा कोरिन्थियों की पत्री 5 और उसका 20वां वचन को पढ़ेंगे. दूसरा कोरिन्थी 5 उसका 20. इसलिए हम मसीह के राजदूत हैं, मानो परमेश्वर हमारे द्वारा विनती कर रहा है. हम मसीह की ओर से निवेदन करते हैं कि परमेश्वर के साथ मेल मिलाप कर लो. ആമേൻ. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 5:20. മതി. ഇവിടെ ദൈവാത്മാ പറയുകയാണ്, यहाँ पे परमेश्वर की आत्मा इस प्रकार से कहता है. നമ്മുടെ സെക്കൻഡ് പൊസിഷൻ. हमारा दूसरा पद क्या है? എന്താണ് പൊസിഷൻ? वो पद क्या है? Ambassadors in the kingdom of God. वो है मसीह के राजदूत है हम. ഇതൊരു പൊളിറ്റിക്കൽ പൊസിഷൻ ആണോ? क्या ये एक सरकार के हिसाब से देखने में कोई पद है क्या? യെസ്, ഇതൊരു പൊളിറ്റിക്കൽ പൊസിഷൻ ആണ്. हाँ, वो सही तौर पर उस तरीके का एक पद है. അല്ലേ? है ഒരു क्या? പൊളിറ്റിക്കൽ പൊസിഷൻ ആണ്. उसी तरीके का एक पद है. ആ രാജ്യത്തിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ പറയാം സിറ്റിസൺ ആണ്. उस राज्य के तुम कौन है करके पूछेंगे तो आप एक बाजू बोल सकते कि आप नागरिक है, അല്ലെങ്കിൽ പറയാം ഞാൻ ഈ രാജ്യത്തിലെ അംബാസിഡർ ആണ്. नहीं तो आप बोल सकते कि मैं उस राज्य का राजदूत हूँ. ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങൾ എന്താണ് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അറിയാമോ? आज रात के समय परमेश्वर की आत्मा आपको क्या करके बुलाना चाहता है? നിങ്ങൾ സാധാരണ സിറ്റിസൺ ആയി ഇരിക്കല്ലേ പ്രിയപ്പെട്ടവരെ. प्यारो, आप साधारण नागरिक बनकर मत बैठना. അതിന്റെ അടുത്ത റലത്തിലോട്ട് കയറണം. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അംബാസിഡേഴ്സ് ആയി മാറണം. उसका ऊपर पद में आपको चढ़ना है. आपको परमेश्वर के राज्य के राजदूत को बनना है. പലരും ഇതിനകത്തങ്ങ് സ്വസ്ഥത പിടിച്ചിരിക്കുക. कई लोग जो इसके अंदर आराम की जिंदगी को जी रहे हैं. മനസ്സിലാകുന്നുണ്ടോ? പെൻഷനും മേടിച്ച് നന്മയും മേടിച്ച് പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടിയും മേടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെ സൗഖ്യം മേടിച്ച് ഈ സിറ്റിസൺ ആയിട്ട് ഇങ്ങനെ അങ്ങ് തുടരുക കുറച്ച് നാളുകളായിട്ട്. कई लोग जो है कई समय से नागरिक बनकर प्रार्थना करते हैं, चंदा मिलता है, प्रार्थना करते, जो कुछ मांगते वो मिल रहा है, देखते ऐसे ही आराम की जिंदगी को जी रहे हैं. നാളുകളെ പെറ്റീഷൻ കൊണ്ടല്ലാതെ ഇതിനകത്തോട്ട് വന്നിട്ടില്ല. बहुत साल हो गया है कि आप इस जगह की इस राज्य के अंदर जो है विनती को लेकर ही आते हैं. എല്ലാ ദിവസവും പെറ്റീഷൻ കൊണ്ട് വരിക. കർത്താവേ നന്മ വേണം, കർത്താവേ മക്കളെ അനുഗ്രഹിക്കണം, കർത്താവേ ഉയർച്ച തരണം, കർത്താവേ ലാഭം തരണം. പെറ്റീഷൻ കൊണ്ടല്ലാതെ ഇതിനകത്ത് വന്നിട്ടില്ല. हर समय विनती को लेकर ही इस जगह पे आते हैं. प्रभु बच्चों को आशीष करो, बस प्रभु मेरे काम को इस प्रकार से करो. विनती को ही लेके आते हैं. ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മീയ റലത്തെ പരിശുദ്ധാത്മ പൊളിച്ചു മാറ്റാൻ പോകുകയാണ്. लेकिन आज रात के समय पवित्र आत्मा आपके आत्मिक पद को हटा रहा है. സാധാരണ സിറ്റിസൺ എന്നതിനപ്പുറമായി രാജ്യത്തിന്റെ അവൻ അംബാസിഡർ ആക്കി രാജ്യത്തെ സേവിക്കാൻ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന അംബാസിഡേഴ്സ് ആക്കി പരിശുദ്ധാത്മാവ് ചിലരെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെ കരമൊന്ന് തട്ടി ആത്മാവ് ദൈവത്തെ ആരാധിച്ച് Come on, receive in the name of Jesus. പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. കർത്താവേ, ഈ രാജ്യത്തിന്റെ അംബാസിഡർ ആക്കി മാറ്റണേ. യേശുവിന്റെ നാമത്തിൽ यारो, परमेश्वर की आत्मा आज रात के समय प्रत्येक अभिषेक से आपको भरना चाहता है. और वो अभिषेक किसके लिए? एक साधारण नागरिक बनकर जीने का बात नहीं है. अभिषेक लेके परमेश्वर के राज्य के राजदूत बनकर आपको जीना है. परमेश्वर के राज्य के राजदूत बनकर आपको जीना है. ഹിന്ദി സഹോദരങ്ങൾക്ക് ഈ ദൂത് പിടികിട്ടുന്നുണ്ടോ? क्या हिंदी भाई लोगों को समझ में आ रहा है हम क्या कह रहे हैं? ഇതുവരെ സാധാരണ ഒരു സിറ്റിസൺ ആയിരുന്നു. अभी तक साधारण नागरिक थे हम. സിറ്റിസൺ എന്തെങ്കിലും റോൾ ഉണ്ടോ രാജ്യത്ത്? പ്രത്യേകിച്ച് എന്തെങ്കിലും കടപ്പാടുണ്ടോ? उस नागरिक के लिए, कुछ राज्य के लिए कुछ बातों के लिए कुछ बातें हैं क्या? അച്ഛാ സിഗ്നൽ തെറ്റിക്കരുത്, മോഷ്ടിക്കരുത്, കൊലപാതകം ചെയ്യരുത്, ഇങ്ങനെ പറയുന്ന നിയമങ്ങൾ അനുസരിക്കല്ലാതെ അവർ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. वो नागरिक को जो है कई नियमों का पालन करने की, चोरी मत करना, किसी को मार मत डालना, वो ये नियमों को पालन करना, उसके अलावा वो राज्य के लिए कुछ नहीं करता. പക്ഷേ അംബാസിഡർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ പോകുന്നവരാ. लेकिन जब राजदूत करके हम कहते हैं मतलब हम राज्य के लिए खड़े रहने वाले हैं. ഹല്ലേലൂയ.
ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? क्या आप बोल नहीं पा रहे हैं क्या? ആമേൻ. ഇന്ന് രാത്രി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇതുവരെ സാധാരണ ഒരു സിറ്റിസനായി ഞാൻ ഇങ്ങനെ വന്നു പോവാ, ഒന്നും ചെയ്യാതെ വന്ന് കരമടിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥന വിഷയങ്ങൾ പറയുന്നു, നന്മകൾ ലഭിക്കുന്നു, സൗഖ്യങ്ങൾ പ്രാപിക്കുന്നു. ഇതുവരെ ഞങ്ങളൊരു സാധാരണ സിറ്റിസനായി തുടർന്നു പോയി. എന്നാൽ ഇന്ന് രാത്രി മുതൽ അടുത്ത റലത്തിൽ കയറി ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ഞാനൊരു അംബാസഡറായി മാറാൻ പോകുകയാണ്. ഓ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്വീകരിച്ചേ. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, God is desiring that you need to step into the ambassadorship rather than a citizen. Come on, you need to step into the ambassadorship. यारों, अभी तक इस कलीसिया में या फिर आप जब आते थे परमेश्वर की उपस्थिति में एक साधारण नागरिक बनकर आप लोग आते थे, आप विनती को लेके आते हैं, लेकिन परमेश्वर के राज्य के लिए आपने कुछ किया नहीं है। लेकिन आज रात को उस अभिषेक को प्राप्त करेंगे। हम अभी से जो विनती केवल लेके आने वाले नहीं है, लेकिन परमेश्वर के राज्य के राजदूत बनकर एक अलग पद पे और परमेश्वर की आत्मा को लेके जाना चाहता है। Hallelujah. Amen. ദൈവം നമ്മളെ അംബാസഡർ ആക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर चाहता है कि हम परमेश्वर के राज्य राजदूत बने। എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷവും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. मैं जानता हूँ कि इस प्रकार से अगर एक वाक्य को मैं कहूँगा तो आप लोग सब बहुत खुश ഞാൻ होंगे। പറയാണ്, നമ്മളെല്ലാവരും ദൈവരാജ്യത്തിലെ അംബാസഡേഴ്സ് ആണെന്ന് പറഞ്ഞാൽ अगर मैं कहता हूँ कि हम सब परमेश्वर के राज्य के राजदूत है करके ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. सब लोग को बहुत खुशी होगी। പക്ഷെ പ്രാക്ടിക്കലി അതാകില്ല. लेकिन प्रायोगिक तरीके से वो हो नहीं सकता। പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ रहा है? ഹല്ലേലൂയ. പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സിറ്റിസൺസ് ഉണ്ട്. पाकिस्तान राज्य में है ना? बहुत सारे नागरिक लोग हैं। ഹല്ലേലൂയ. കോടിക്കണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സിറ്റിസൺസ് ഉണ്ട്. लाखों करोड़ों में नागरिक पाकिस्तान राज्य में हैं। उनमें से कितना अम्बासडर्स होगा? राजदूत कितने हैं? ഇന്ത്യയിൽ 140 കോടി ജനസംഖ്യ ഉണ്ടെന്നാ പറയുന്നത്. इस प्रकार से कहा जाता है कि भारत देश में 140 करोड़ से अधिक लोग हैं। 140 കോടി വരുന്ന സിറ്റിസണിനകത്തുനിന്ന് എത്ര അംബാസഡേഴ്സ് ഉണ്ട്? 140 करोड़ लोगों में से कितने राजदूत हैं? അച്ഛാ, അത് തന്നെ ഇവിടെ, वही है यहाँ पे भी, അത് തന്നെ ഈ രാജ്യത്തും, वही है इस परमेश्वर के അത് राज्य തന്നെ में भी, ദൈവരാജ്യത്തും. वही परमेश्वर के राज्य ഞാൻ में പറഞ്ഞത് है। മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ रहा है? എല്ലാവർക്കും സന്തോഷം തോന്നുമായിരിക്കും നിങ്ങൾ എല്ലാ അംബാസഡേഴ്സ് ആണെന്ന് പറഞ്ഞാൽ. सबको खुशी होगा जब कहेंगे कि सारे लोग राजदूत हैं। പക്ഷെ അങ്ങനല്ല. लेकिन ऐसा नहीं है प्यारे। ഇതിനകത്ത് പക്ഷെ ചിലര് അംബാസഡറായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर का आत्मा कहता है कि इस झुंड में से कई लोग राजदूत बनना है। അത് ദൈവമല്ല തീരുമാനിക്കുന്നത്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആ വിധത്തിൽ നിങ്ങളെ അഭിഷേകം ചെയ്യും. वो प्रभु निश्चय नहीं करता है। अगर आपके अंदर वो इच्छा है तो प्रभु आपके अंदर वो अभिषेक को देगा। മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇതിനകത്തിരിക്കുന്ന ഈ 150 അല്ലെങ്കിൽ 200 പേരിനകത്ത് ദൈവം കൊതിക്കുന്നു. നിയോഗം കൈമാറാൻ ദൈവം ചില അംബാസിഡേഴ്സിനെ ആഗ്രഹിക്കുകയാണ്. यारों, यहाँ पे जितने लोग बैठे हैं इसमें से प्रभु ढूंढ रहा है कि किसके अंदर वो चाह है, किसके अंदर वो इच्छा है कि वो परमेश्वर के राज्य के राजदूत बने। മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. हालेलुया। ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യനാണ് ഓർത്തിട്ട് ഇവിടെ നമ്മുടെ മസിൽ പിടിച്ചിരിക്കരുത്. ദൈവം നമ്മളെ ഇന്ത്യയിലാക്കിയതിന്റെ കാരണം ഇന്ത്യയിൽ നമുക്ക് എന്തോ നിയോഗം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. यारों, हम लोग भारत देश के करके सोचकर हम लोग जो है सब पकड़ अपने मसल को सब पकड़ कर आप लोग घमंड के साथ मत बैठिएगा। हम लोग के ऊपर परमेश्वर की योजना है। ദൈവം നിങ്ങളെ പാകിസ്ഥാനിലാക്കിയത് അവിടെ ജീവിക്കാനല്ല, അവിടെ എന്തോ ആ രാജ്യത്തിന്റെ നിയോഗം കിടക്കുന്നുണ്ട്. अगर आपको परमेश्वर ने पाकिस्तान राज्य में डाला है तो उसका कारण यह है कि आपको वहां पे परमेश्वर की योजना है। ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അംബാസഡേഴ്സ് ആണ്, ഒറ്റ രാജ്യത്തിന്റെ പല രാജ്യങ്ങളിലേക്ക് ഒന്ന് പോയിരിക്കുക. मतलब यही है कि हम लोग जो है परमेश्वर के राज्य के राजदूत है, लेकिन अलग अलग जगहों पे परमेश्वर ने रखा है। കിങ്ഡം ഓഫ് ഗോഡിന് വേണ്ടി പാകിസ്ഥാനിൽ, परमेश्वर के राज्य के लिए कोई पाकिस्तान में है, കിങ്ഡം ഓഫ് ഗോഡിന് വേണ്ടി ഇന്ത്യയിൽ, कई लोग परमेश्वर के राज्य के लिए भारत देश में ഹലോ, है, കിങ്ഡം ഓഫ് ഗോഡിന് വേണ്ടി ഒമാനിൽ, परमेश्वर के राज्य के लिए कई लोग ओमान राज्य में है। ഇന്നലെ പോയവർ കിങ്ഡം ഓഫ് ഗോഡിന് വേണ്ടി ന്യൂസിലൻഡിൽ പോയി. कल के दिन जो लोग गए वो परमेश्वर के राज्य के लिए न्यूजीलैंड राज्य में चले गए। ഇനി പലരും ദൈവം ഈ CFA ചർച്ചിന്റെ പലരും ദൈവം മിഷണറിമാരായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അംബാസഡേഴ്സ് ആക്കി അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ അത്ഭുതം ഏറ്റെടുത്ത് ഇതൊരു
ധൈര്യപ്പെടുത്തി പറഞ്ഞ് അവൻ പിശാച് പറയും നീ ദൈവരാജ്യത്തിൽ ഒന്നുമല്ലെന്ന് പറയും. आपको स्वयं खुद को जो हिम्मत देना है, क्योंकि शैतान आपसे कहेगा कि परमेश्वर के राज्य में तुम कुछ भी नहीं है। हम लोग कई बार ये नींद की अवस्था में क्यों पड़े, क्योंकि हमें पता नहीं है कि हमारा भाग इस राज्य में क्या है। इस प्रकार से है जहाँ जिस शादी में हमें आमंत्रण मिला नहीं है, बिना आमंत्रण के हम शादी में चले गए। जिस लोगों को भी शादी में मिल रहे हैं, किसको भी पहचान नहीं है, कहने से सुना कि वहाँ पे शादी है, इसके लिए पहुँच गए। ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ, आज रात को विश्वास कीजिए प्यारे, അംബാസിഡർ ആണ്. आप राजदूत हैं। പിശാച് പറയും ഒന്നും ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ലെന്ന് പറയും. शैतान कहेगा कि परमेश्वर के राज्य के लिए कुछ भी करने के लिए नहीं है। Satan will tell you just sit like that, you don't have any role in the kingdom of God. शैतान कहेगा कि तू ऐसे ही आराम की जिंदगी, साधारण जिंदगी जी ले और ऐसे बैठ जा, क्योंकि तुझे कोई काम नहीं है उस राज्य में। Satan will tell you you don't have nothing to do in the kingdom of God. शैतान कहेगा कि तुझे कोई काम नहीं है उस राज्य പക്ഷേ में। ഇന്ന് രാത്രി ഈ ദൂത് അകത്ത് കയറിയവർ ആത്മാവിൽ ആ പിശാചിനോട് പറ, പിശാചേ ദൈവരാജ്യവനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ ദൈവരാജ്യത്തിന്റെ അംബാസിഡറാണ്. लेकिन ये वचन जिसके अंदर जा रहा है, जिसके अंदर ये वचन पहुंच रहा है, आपको कहना है शैतान, मैं जो हूँ परमेश्वर के राज्य का राजदूत हूँ। ഞാനിതൊന്ന് പ്രാക്ടിക്കൽ ടേംസിലാക്കാം, ഒരു പ്രാക്ടിക്കൽ ടേംസിൽ मैं കൊണ്ടുവരാം. इसको और प्रायोगिक तरीके से लेके आना चाहता हूँ। ദൈവരാജ്യത്തിലെ അംബാസിഡർ ആരാ? परमेश्वर के राज्य के राजदूत कौन है? ദൈവരാജ്യത്തിലെ അംബാസിഡർ ആരാ? परमेश्वर के राज्य के राजदूत कौन है? നമ്മുടെ രാജ്യത്തിന്റെ അംബാസിഡർ ആരാ? हमारे राज्य के राजदूत कौन है? രാജ്യം അയച്ചവൻ അംബാസിഡർ. जो राज्य के लोग जो बेचते हैं, वो व्यक्ति राजदूत बनता है। രാജ്യം അടുത്ത രാജ്യത്തേക്ക് ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അയച്ച വ്യക്തി അംബാസിഡർ. एक राज्य में से दूसरे राज्य में एक व्यक्ति को भेजा जाता है कि इस राज्य के काम उस राज्य में करने के लिए, वो व्यक्ति को राजदूत कहते हैं। ഹല്ലേലൂയ. മോനിക്കൊന്നേ. ഹല്ലേലൂയ. കണ്ടേ, രാജ്യം ഈ വ്യക്തിയെ അയക്കുമ്പോൾ ഈ വ്യക്തി ആരാകെയാണ്? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണോ? जब एक राज्य से एक व्यक्ति को दूसरा राज्य में भेजा जाता है, उस व्यक्ति को किस नाम से हम बोलेंगे? राजदूत। राजदूत। एक और बार बोलिए। രാജ്യം അയക്കുന്ന വ്യക്തി, രാജ്യം അമേരിക്കയിലേക്ക് അയക്കുന്ന ഈ വ്യക്തി ആ രാജ്യത്തിന്റെ അംബാസിഡറാണ്. जब एक राज्य अमेरिका राज्य की और इस व्यक्ति को भेज रहा है, इस व्यक्ति जो है उस राज्य में इस राज्य का राजदूत बन जाता है। രാജ്യം പാകിസ്ഥാനോട് അയക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ അംബാസിഡറാണ്. जब भारत देश से पाकिस्तान राज्य में अगर एक व्यक्ति को भेजते हैं काम से, तो वो जो व्यक्ति पाकिस्तान में भारत देश का राजदूत बनता है। ഇവിടുത്തെ രാജ്യം അയക്കുന്നത് പോലെ जिस प्रकार इस संसार में, इस धरती पे एक राज्य एक व्यक्ति को भेजता है, ആ രാജ്യം അയക്കുന്നുണ്ട്. उसी प्रकार परमेश्वर के राज्य भी भेजता है। അങ്ങനെ അയക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ്. उसी प्रकार जिस व्यक्ति को भेजा दूत बन ഇതിന് जाता है। നിങ്ങൾക്ക് പ്രത്യേക നിയോഗം ഒന്നും കിട്ടിയില്ലയോ? अगर अभी तक आपको प्रभु की ओर से कोई भी बुलाहट नहीं मिला है, तो നമ്മൾ ആരാ? हम कौन है? मतलब ആരാ? हम कौन है? Citizen. मतलब नागरिक है, साधारण नागरिक है, സിറ്റിസൺ. മനസ്സിലായോ? साधारण नागरिक है। ഇതുവരെ ദൈവം ഒന്നും ഏൽപ്പിച്ചില്ലേ? अगर अभी तक प्रभु ने आपके ऊपर कोई जिम्मेदारी नहीं दिया है, ഇതുവരെ ഒരാളോടും സുവിശേഷം പറഞ്ഞില്ലേ? अभी तक आपने एक भी व्यक्ति को सुसमाचार नहीं बांटा है, സ്വർഗ്ഗത്തിൽ പോകും. आप स्वर्ग में जाएंगे, പക്ഷേ लेकिन ഈ രാജ്യത്തിൽ കേവലം ഒരു സിറ്റിസൺ. आप इस राज्य में केवल एक साधारण एक नागरिक है। ഇരുന്നോ നല്ല കാര്യം. आप ऐसे ही साधारण तरीके നന്മ से बैठो। പ്രാപിച്ചോ, അനുഗ്രഹം പ്രാപിച്ചോ, സൗഖ്യം പ്രാപിച്ചോ, വിടുതൽ പ്രാപിച്ചോ, ഇങ്ങനെ ഇരുന്നോ. आप ऐसा साधारण तरीके से बैठ सकते हैं, चंगाई को प्राप्त कीजिए, आशीषों को प्राप्त करके ऐसे ही साधारण जिंदगी जी പക്ഷേ लीजिए। ഇന്ന് രാത്രി ആ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന, ആ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു കൂട്ടം മിഷണറീസിനെ, ഒരു കൂട്ടം അംബാസിഡേഴ്സിനെ ദൈവത്തിന് ആവശ്യമാണ്. लेकिन आज रात को इस कलीसिया में से प्रभु ढूंढ रहा है कि उस परमेश्वर के राज्य के लिए बोलने वाला, उस परमेश्वर के राज्य के लिए काम करने वाला कई राजदूत को प्रभु चाहता എത്ര है। പേര് ആത്മാവിൽ ഇത് പ്രാർത്ഥിക്കും? കർത്താവേ, എനിക്ക് നിയോഗം തരണമേ, कितने लोग आत्मा में प्रार्थना करेंगे, प्रभु मेरे अंदर वो बुलाहट को दे എനിക്ക് दे, നിയോഗം തരണമേ, वो बुलाहट को दे दे प्यारो, എനിക്ക് നിയോഗം തരണമേ. प्रभु वो बुलाहट को दे दे। ഞാൻ പൗലോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എന്താ പറയുന്നത് ഭയങ്കര ബലം തരിക. पौलुस जो इस प्रकार से वाक्य कहता है, जो उसे बहुत बल देता അതൊരു है, അസാധാരണ വാക്കാ കേട്ടോ. एक असाधारण तरीके का शब्द है वो। ആ വാക്ക് ഇങ്ങനെയാണ്: इस प्रकार से
से है ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന. और इस प्रकार से लिखा गया है कि बंदी गृह में डाला हुआ एक सेनापति का पद. ആമേൻ. പൗലോസ് ഇപ്പോൾ എവിടെയാണ്? अभी पौलुस कहाँ पे है? ജയിലിലാണ്. वो बंदी गृह में है. എങ്ങനെയാണ്? കൈകൾ ബന്ധിക്കപ്പെട്ട് കാലുകൾ ബന്ധിക്കപ്പെട്ട്, അതാണ് പറയുന്നത് ചങ്ങല ധരിച്ച് ഞാൻ സ്ഥാനാധിപതിയായി നിൽക്കുന്ന സുവിശേഷം. वो बंदी गृह में जो है जंजीरों में उसका पैर और उसके हाथ बांधे गए हैं, इसलिए वो कहता है कि उस जंजीर में मैं पड़ा हुआ. നമ്മളാണെങ്കിലും നമ്മൾ പറയും എല്ലാം പോയി ബ്രദറെ, എല്ലാം തീർന്നു, സ്വന്തം. हम उस जगह पर हम कहते हैं मेरा सब कुछ खत्म हो गया. പക്ഷേ ഈ മനുഷ്യൻ പറയാണ്, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ പറയാണ്, लेकिन ये जो प्रभु का प्रेरित इस प्रकार से कहता है जो जंजीर में है, ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയാണ്. जंजीर में भी एक सेनापति के समान हूँ. ഒരു പ്രതിസന്ധിയിലാണോ? ആത്മാവിൽ പറ, ഈ പ്രതിസന്ധിയിൽ ഞാൻ ദൈവത്തിന്റെ സ്ഥാനാധിപതിയാണെന്ന് പറ. हाँ, अगर आपको तकलीफ में है तो आपको प्रभु बोलना है कि मैं जो प्रभु के नाम में प्रभु के एक सेनापति ഞാൻ हूँ. പറയുന്നത് ദൂത് മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आ रहा है? പൗലോസ് നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, ഇത് വിട്ടുകളയാതെ, കർത്താവിനെ തള്ളിപ്പറയാതെ അദ്ദേഹം പറയുകയാണ്, ശരിയാ, I am in bondage, I am in chains, but I am an ambassador in chains. वो इस प्रकार से पौलुस जो अवस्था में पड़ा हुआ है, वो बंदीगृह में है, वो जंजीरों में फंसा है, लेकिन फिर भी पौलुस कहता है इस जंजीरों में भी मैं जो है प्रभु का राजदूत हूँ. അതുകൊണ്ടുള്ള ഗുണം എന്നറിയോ? उसका गुण क्या आपको पता है क्या? എന്നെ സംഭവിച്ചെന്നറിയാമോ? क्या हुआ पता है അദ്ദേഹം आपको? പറയാ, ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയാണ്. वो कहता है कि मैं जंजीरों में बांधा गया हुआ एक राजदूत അടുത്ത हूँ. പൗലോസ് എഴുതുകയാണ്, और बाद के पौलुस इस प्रकार से लिखता है എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാതെ പോകരുത്. और वो कहता है कि मुझे जो जिंदगी में अभी हो रहा है वो सुसमाचार फैलाने के कारण से है करके आपको जान लेना है. ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന മനുഷ്യൻ പറയാണ്, ഞാൻ സ്ഥാനാധിപതി, जंजीरों में बंदीगृह में पड़ा हुआ कहता है कि मैं राजदूत. ഞാൻ തോറ്റു വന്നതല്ല, ഞാൻ തെറ്റിയത് വന്നതല്ല, ഞാൻ സുവിശേഷത്തിന്റെ സ്ഥാനാധിപതിയാണ്. वो कहता है कि मैं हार कर यहाँ पे नहीं आया, मैं कोई गलत काम करके यहाँ पे जंजीरों में नहीं फंसा हूँ, लेकिन सुसमाचार के लिए जंजीरों में फंसा हूँ. അപ്പൊ അദ്ദേഹം പറയാണ്, और तब वो कहता है ഞാൻ ഈ കാരാഗ്രഹത്തിൽ കടന്നത് പോലും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിരുന്നു. और मैं जब इस बंदीगृह में पड़ा हूँ वो भी सुसमाचार फैलाने के लिए काम में आ गया है. അടുത്ത അദ്ദേഹം പറയാണ്, और बाद में वो कहता है കൈസരുടെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. आपको जो है कैसे के जो घराने से भी मैं वंदन करता हूँ. മനസ്സിലാകുന്നവർ സ്വന്തം इसको समझ में हम बात करेंगे. लेकिन बात करें ताली बजाते हुए കൈസരുടെ അരമനയ്ക്കകത്തുള്ളവർ വന്ദനം ചെയ്യുന്നത്. कैसे घराने से वो वंदन करता है. കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും जब वो बंदीगृह में जो जंजीर में फंसा हुआ है അദ്ദേഹം സുവിശേഷം പറയുക, वो जो है सुसमाचार को बांट रहा है. പടയാളികളോട് സുവിശേഷം പറയുക, वो जो है सेनाई लोगों को वो सुसमाचार बांटता है. കാലും കൈയും പിടിച്ച് കെട്ടപ്പെട്ട് കിടക്കുക. वो हाथ और पैर उसके बंधे हुए हैं. സുവിശേഷത്തിന്റെ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയാണ്. इसके लिए वो कहता है कि सुसमाचार के कारण बांटा गया हूँ. ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും യേശു മസീഹ് അവൻ ഏകി പരമേശ്വര ഹൈ. കത്തുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ? ഈ കമാന ഹത്തജാലക ശഫിയ, അന്നമന ഹതജാലക ശഫിയ. ഇന്ന് രാത്രി ജനതയെ അഭിഷേകം ചെയ്യട്ടെ. കണ്ടേ പ്രിയപ്പെട്ടവരെ, हम जो कह रहे हैं आप जरा आपके मानसिक तौर से जरा सोच कर देखिए. ഇവന്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുക. तो इस प्रकार से उसके हाथ पैर जंजीरों में फंसा हुआ है. ബന്ധിക്കപ്പെട്ട് കിടക്കുക. इस प्रकार से जंजीरों में बांधा गया है. हालेलुया. वो बंदीगृह में पड़ा है. തോറ്റുപോയല്ലോ, मैं तो हार गया, പരാജയപ്പെട്ടു പോയല്ലോ, मैं तो पराजित हो गया, മേലെ അവസാനിച്ചല്ലോ मेरा सेवका यहाँ पे खत्म हो गया. എന്ന് പറഞ്ഞ് ഞരങ്ങിക്കൊണ്ടിരിക്കേണ്ടതിന് പകരം उस प्रकार की बातें को कहकर रोने के जगह पे ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തി നോക്കി പറയുക, वो यहाँ से ऐसा उठकर देखकर कहता है, പടയാളികളോട് പറയുക, वो सैनिकों से कहता है യേശു ഏക ദൈവം, यीशु मसीह एक ही प्रभु है, യേശു ഏക രക്ഷയ്ക്ക് മാർഗം. यीशु मसीह उद्धार का मार्ग है. എന്നെ സംബന്ധിച്ച് पता है क्या हुआ? പടയാളികൾ രക്ഷിക്കപ്പെട്ടു. सैनिक उद्धार के मार्ग में आ गया. അതേപോലെ കൈസരുടെ ചക്രവർത്തിയുടെ അരമനയ്ക്കകത്തുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. इसलिए वो कहता है कि कैसर की जो घराने से है वहां से मैं आपको वंदन करता हूँ. ഇതിനേക്കാൾ വലിയ കഷ്ടമല്ല ഉണ്ടോ നമുക്ക്? इससे भी बढ़कर कोई दुख या कष्ट हमारे जीवन में है क्या? കൈയും കാലും പിടിച്ചു കെട്ടിട്ടൊന്നുമില്ല നമ്മളെ. हमारे किसी का भी हाथ पैर बांधे तो गए हैं नहीं. സ്വോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? हालेलुया. ഇതിനേക്കാൾ വലിയ ബന്ധനത്തിലല്ലോ ഒന്നുമല്ലല്ലോ നമ്മള്. इससे भी बड़ा कोई बंदीगृह में हम तो फंसे नहीं
എല്ലാം പിടിച്ചു കെട്ടിയിരിക്കുമ്പോൾ അദ്ദേഹം സുവിശേഷം പറഞ്ഞെങ്കിൽ अगर सब कुछ बांधे हुए रहने में भी उस सुसमाचार को बांटा है तो അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സുവിശേഷത്തിന്റെ ചങ്ങല ധരിച്ച സ്ഥാനാധിപതി ഞാൻ തിരിച്ചറിഞ്ഞ് സുവിശേഷം പറഞ്ഞെങ്കിൽ अगर उसको जब पता चला कि वो सुसमाचार का राजदूत बनकर उस सुसमाचार को बांटा है तो രാത്രി അങ്ങനെ തന്നെ ചില അംബാസഡേഴ്സിന് ദൈവത്തിന് ആവശ്യമാണ്. प्रभु उस प्रकार से राजदूतों को ढूंढ रहा है यहाँ पे ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. ഒന്ന് പ്രാർത്ഥിച്ച് കൊതിയോടെ പ്രാർത്ഥിച്ച് इच्छा रखकर प्रार्थना कीजिए। इच्छा के साथ प्रार्थना कीजिए। കൊതിയോടെ പ്രാർത്ഥിച്ച് इच्छा के साथ प्रार्थना कीजिए। കൊതിയോടെ പ്രാർത്ഥിച്ച് इच्छा के साथ प्रार्थना कीजिए। ഓ ജീസസ്. हालेलुया। ഈ അംബാസഡേഴ്സിന്റെ പ്രൊട്ടക്ഷനോ ये राजदूत का सुरक्षा किस प्रकार से होता है? ഞാൻ നേരത്തെ പറഞ്ഞു സിറ്റിസൺ ഭയങ്കര പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞു. इससे पहले हमने कहा कि नागरिक लोगों के लिए बहुत बड़ा सुरक्षा मिलता है। ഹല്ലേലൂയ. സിറ്റിസൺസിന് ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ്. नागरिक को बहुत बड़ा सुरक्षा मिलता है। പക്ഷേ അങ്ങനെ ആണെങ്കിലും ശരിയല്ല നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയല്ലേ രാജ്യം അതിർത്തി ദേശങ്ങളെല്ലാം പട്ടാളക്കാരെ വെച്ചിരിക്കുന്നത്. हमारे सुरक्षा के लिए ही हमारे राज्य के हर एक बाउंड्री में सीमा के जगह पे पूरा सैनिकों को रखा है। ഹല്ലേലൂയ. हालेलुया। ജോസഫ് ബ്രദറെ ഇന്നലെ പത്രത്തില് ഒരു 13 പേര് മരിച്ചു കൊല്ലപ്പെട്ടു. लेकिन कल के दिन भी अखबार में देखने में हम देख सकते हैं कि 100-200 लोग मरे गए। ശരിയാ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. सुरक्षा तो रखा है പക്ഷേ ഇന്നത്തെ പത്രത്തിനകത്തും ഒരു കുറഞ്ഞൊരു 1000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. लेकिन आज के अखबार में भी हम देखेंगे तो कम से कम 1000 लोग का मृत्यु हुआ है। 1000 പേര് അപകടത്തിൽ മരിച്ചു. 1000 लोग का मृत्यु यहाँ पे आकस्मिक रीति में हुआ है। ആമേ സിറ്റിസൺസ് മരിച്ചു. नागरिक लोग मरे। ഒരു പത്രത്തിന്റെ കോളത്തിൽ അത് ഒതുങ്ങി. एक अखबार के टुकड़े में आ गया। പ്രൊട്ടക്ഷൻ ഉണ്ട്. सुरक्षा है പക്ഷേ ഇത്രേ ഉള്ളൂ. लेकिन इतना सा ही है। എന്റെ ചോദ്യം അച്ഛാ लेकिन मेरा सवाल इस प्रकार से എവിടെയെങ്കിലും ഒരു അംബാസഡർ കൊല്ലപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? क्या आपने कहीं भी एक राजदूत का मृत्यु हुआ है क्या आपने सुना है क्या? ഉണ്ടെങ്കിൽ രാജ്യം ഇളകും. अगर ऐसा होगा तो पूरा राज्य हिलेगा। മറ്റൊരു രാജ്യത്ത് ഒരു അംബാസഡർ കൊല്ലപ്പെട്ടാൽ യുദ്ധം വരെ നടക്കും. अगर दूसरा राज्य में अगर राजदूत का मृत्यु होता है तो बड़ा से युद्ध भी हो सकता ഞാൻ है। ഇന്നലെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ मैंने कल के दिन जैसे आपको कहा നിയോഗമായി പൗലോസും മെലിത്യ ദ്വീപിൽ കയറിയപ്പോൾ നിയോഗം ഉള്ളിടത്തോളം കാലം ഇവൻ VIP ദൈവരാജ്യത്തിന്റെ जब उस योजना का बुलाहट को लेकर मेलिंदा द्वीप के अंदर पौलुस गया, जब तक वो बुलाहट में है तब तक जो है वो परमेश्वर राजदूत बनकर है। മോനെ അഭിജിത്തെ നീ സാധാരണ സിറ്റിസൺ ആകുമ്പോൾ ദൈവം നിനക്ക് സൗഖ്യം തരും വിടുതൽ തരും ഒക്കെ ശരിയാ നീ ഇങ്ങനെ പ്രാപിച്ചോണ്ട് പോകും. പക്ഷേ ദൈവരാജ്യത്തിൽ നീ അംബാസഡർ ആയോണ്ടല്ലോ നിന്നെ പിന്നെ പിടിച്ചകിട്ടത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. अगर जब आप साधारण नागरिक रहेंगे तो आप प्राप्त करते रहेंगे, लेकिन जब आप राजदूत बनते हैं आप प्रभु के लिए खड़े रहते हैं, आपको कभी पकड़ने में रुकने में नहीं आएगा। ഇന്നലെ പറഞ്ഞ വാക്യം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. कल के दिन हमने क्या बच्चों को पढ़ा? സർപ്പങ്ങളെ പിടിച്ചെടുക്കും. आज जो है सर्पों को पकड़ लेगा। ആരാ? നിയോഗത്തോടെ പോകുന്നവരോട് പറയുക, നിയോഗത്തോടെ പോകുന്നവരോട് പറയുക, മിഷണറിയോട് പറയുക, അംബാസഡറിനോട് പറയുക, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. जो बुलाहट को लेकर चलता है उस व्यक्ति के लिए कहते हैं कि वो सर्पों को उठा लेगा। നിങ്ങളെ മനഃപൂർവ്വമായി കൊല്ലാൻ വേണ്ടി എവിടെയെങ്കിലും വിഷം ലയിപ്പിച്ച് വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ തന്നാൽ വിഷം കഴിച്ചാൽ പോലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ലെന്ന് യേശു പറയുക. यीशु मसीह कहता है कि अगर आपको अनजान तरीके से आपको मार डालने के लिए कोई भी विष मिला के आपको दे तो भी आपको पी लेंगे तो भी आपको कोई हानि नहीं होगा। ഇതാ ദൈവം നിയോഗമുള്ളവന്റെ പ്രത്യേകത. ये है प्रभु का बुलाहट पाया हुआ व्यक्ति का एक प्रत्येकता। എത്ര പേർക്ക് പ്രാർത്ഥിക്കും? कितने लोग प्रार्थना करेंगे? കർത്താവേ ഇതുവരെ ഞാൻ സാധാരണ ഒരു സിറ്റിസണായി ഇരിക്കുകയായിരുന്നു. परमेश्वर अभी तक मैं साधारण नागरिक था, എനിക്ക് ചില നിയോഗങ്ങൾ പ്രാപിക്കണം. लेकिन मुझे कई बुलाहट को चाहिए। എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. मुझे प्रभु के राज्य के लिए कई बातों को करना है। ഇരിക്കുന്നവരൊക്കെ ഒന്ന് തുറന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചു. आपके हृदय को खोलकर अपना प्रार्थना कीजिए। എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. सब लोग मिलकर प्रार्थना कीजिए। കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിച്ചേ. रो कर प्रार्थना कीजिए। ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. आंसुओं के साथ बिलख നിങ്ങളുടെ മേൽ ആ നിയോഗം ഇറങ്ങി വരട്ടെ. कर बुलाहट को आने दो, ആ അഭിഷേകം ഇറങ്ങി വരട്ടെ. अभिषेक उतर आने दो। ഹല്ലേലൂയ. हालेलुया। ഇനി അടുത്ത പദത്തിലേക്ക് വരികയാണ്. अभी वहां से एक तीसरा पद की ओर हम चढ़ने वाले हैं। രാജ്യത്തിൽ ആരാ? पहले राज्य के कौन है? രാജ്യത്തിൽ പൗരന്മാർ. पहले राज्य के नागरिक है। രാജ്യത്തിൽ ആരാ? राज्य के कौन है? രാജ്യത്തിൽ അംബാസഡേഴ്സ്. उसके पद के ऊपर है राज्य के राजदूत। അടുത്തൊരു പദമുണ്ട്, ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ട് ഈ രാജ്യത്ത്. लेकिन उससे भी ऊपर दूसरा एक और पद है। 2 കൊരിന്ത്യർ 6:18. दूसरा कोरिन्थियों का पत्री, दूसरा कोरिन्थी उसका 6:18. 6वां अध्याय का 18वां वचन। हिंदी में पढ़िए मैं. और तुम मेरे बेटे बेटियां होगे, हाँ
वही वचन। और तुम्हारा बाप होऊंगा और तुम मेरे बेटे और बेटियां होगे। आमेन। I will be a father to you and you will be my sons and daughters, says the Lord Almighty. മലയാളത്തിൽ ഒന്ന് വായിച്ചേ. ആ ആ ആ എന്ന് ആര് പറയുക? അതും കൂടെ ഒന്ന് ചേർത്ത് പറ. അന്ന് ആര് പറയുക? ये वचन कौन कहता है? ഒന്നുകൂടെ പറഞ്ഞ അത് ആര് പറയുക? सर्वशक्तिमान प्रभु അത് परमेश्वर। പാസ്റ്റർ പറഞ്ഞതല്ല, ये पासवान ने नहीं कहा, ഗസ്റ്റ് പാസ്റ്റർ പറഞ്ഞതല്ല, कोई गेस्ट मेहमान ने भी नहीं कहा, ഉയരത്തിലെ ദൈവം പറയുക. स्वर्ग के सर्वशक्तिमान प्रभु परमेश्वर का वचन है ये। നിങ്ങൾ എന്റെ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആണ്. तुम मेरे बेटे और बेटियां हो। ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കിങ്ഡം ഒന്ന് മനസ്സിലാക്കി. मैं इस वचन को और आपको विस्तार में समझाने से पहले राज्य शब्द को समझना बहुत जरूरी है। മക്കൾ ഒരു പൊസിഷനാണ്. बच्चे क्या एक पद है क्या? മക്കൾ ഒരു പൊസിഷനാണ്. क्या बच्चे होना एक पद है क्या? മക്കൾ ഒരു പൊസിഷൻ അല്ല, एक बच्चा होना एक पद नहीं है। അവിടെ കിങ്ഡം. वहां पे वो राज्य का मुख्यता होता है। ഭാരതം രാജ്യ കിങ്ഡമാണോ കൺട്രിയാണോ? सवाल ये है कि भारत देश जो है वो एक राज्य है या एक देश है? സഹിച്ച ഇന്ത്യ കൺട്രിയാണോ കിങ്ഡം ആണോ? सवाल ये है कि भारत जो है वो देश है या एक राज्य है? പറഞ്ഞിട്ട് ഒറ്റ വാക്കി നിങ്ങൾ പറ. കൺട്രിയാ वो एक देश है। പറഞ്ഞട്ടെ. भारत एक देश है। ഗൂഗിൾ നോക്കണോ വേണ്ടല്ലോ. കൺട്രിയാ. वो एक देश है। സൗദി അറേബ്യയോ? लेकिन सऊदी अरेबिया क्या है? കിങ്ഡം. वो ഇതോ? एक राज्य है। ओमान क्या है? ഇതെന്താ? ये भी एक राज्य है। കിങ്ഡം. എന്താ ഈ വ്യത്യാസം? अंतर क्या है इसका? എല്ലാം രാജ്യമല്ലേ. सब कुछ तो राज्य है ना। അതെന്താ കൺട്രി, ഇതെന്താ കിങ്ഡം? वो एक देश और ये एक राज्य करके क्यों कहा जाता है? ഹല്ലേലൂയ. അച്ഛാ കൺട്രിയിൽ എന്തും നടക്കും. देश में कुछ भी होगा। മനസ്സിലായോ? समझ में आ रहा है आपको? കൺട്രിയിൽ എന്തും നടക്കും. एक देश में कुछ भी हो सकता है। കാല് വാരി അധികാരത്തിൽ വരാം. आप किसी और का पैर को नीचे गिराकर अधिकार के पद में आ सकते हैं। വോട്ട് പിടിച്ച് അധികാരത്തിൽ വരാം. आप किसी और मार्ग से लेकर अधिकार में आ सकते हैं। പണം കൊടുത്ത് അധികാരത്തിൽ വരാം. पैसा देकर अधिकार में आ सकते हैं। പക്ഷേ കിങ്ഡത്തിൽ ഇതൊന്നും ചെലവാകത്തില്ല. लेकिन राज्य में ऐसा कुछ भी नहीं होता। നല്ലൊരു സ്വപ്നം പറ. एक अच्छे से മനസ്സിലായോ? കിങ്ഡത്തിൽ ഇതൊന്നും നടക്കത്തില്ല. एक राज्य में ऐसा कभी नहीं होता। കിങ്ഡത്തിൽ രാജാവ് ഭരിക്കും. राज्य में एक राजा जो है वही अधिकार में आएगा, वही जो आगे बढ़ेगा। രാജാവിന് ശേഷം രാജാവിന്റെ മക്കൾ ഭരിക്കും. राजा के बाद उसके बच्चे, उसके संतान जो है वो सरकार में आएगा। മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ रहा है? കിങ്ഡത്തിൽ മക്കൾ പൊസിഷനാണ്. राज्य में बच्चों को जो है एक पद है। മനസ്സിലായോ? हालेलुया। നമ്മുടെ കൺട്രിയിൽ മക്കൾ പൊസിഷൻ അല്ല. लेकिन देश में जो है बच्चों को कोई स्थान नहीं है। പക്ഷെ ഇവിടെ ഈ രാജ്യത്തിൽ മക്കൾ ഒരു പൊസിഷനാണ്. लेकिन यहाँ पे इस राज्य में बच्चे का पद है। ഇപ്പോൾ ഈ രാജ്യത്തിൽ ഒരു രാജാവുണ്ട്. अभी यहाँ पे एक राज्य में एक राजा। അദ്ദേഹത്തിന്റെ കാലശേഷം അവിടുന്ന് ഇവിടുന്ന് വന്നോനൊന്നും അല്ല. अभी उनके जो जिंदगी के बाद यहाँ वहाँ से किसी को भी उठाकर उस पद में नहीं അടുത്ത रखेंगे। ഭരിക്കാൻ പോകുന്ന ഈ രാജാവിന്റെ മകനാ. उसके बाद इस राजा का बेटा ही वो अधिकार में आता है। മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. क्या आपको समझ में आ रहा है? നമ്മെ പൊസിഷൻ എന്നറിയാമോ ഈ രാജ്യത്ത്? इस राज्य का पद क्या आपको पता है क्या? സിറ്റിസൺ. नागरिक। അതല്ല, അടുത്ത തലത്തിൽ കയറാമെങ്കിൽ അംബാസിഡർ. उसके ऊपर जाएंगे तो आप राजदूत। പക്ഷേ അതിനേക്കാൾ ഭയാനകമായ ശക്തമായ ഒരു പൊസിഷൻ നമുക്കുണ്ട്. लेकिन उससे भी बढ़कर एक पद हमारे लिए है। രാജാതി രാജാവിന്റെ മക്കളാണ്. राजाओं का राजा का बच्चे हैं हम। ഓ ജീസസ്, എത്രപേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ അകത്ത് ഒന്ന് ഈ ദൂതൊന്ന് കേറട്ടെ. ये जो वचन हमारे अंदर घुसने का, പിശാച് ഒന്നുമല്ലെന്ന് പറയുമ്പോ, शैतान जो कहता है कि आप कुछ नहीं हो, ഒന്നുമല്ലെന്ന് പിശാച് പറയുമ്പോ, शैतान कहता है कि आप कुछ नहीं हो, ക്രിസ്തീയ ആത്മാവിൽ പ്രതികരിച്ച് പറ, मैंने आत्मा में प्रकाश से ഞാൻ ഈ बोले, രാജ്യത്തിൽ രാജാവിന്റെ മകളാണെന്ന് പറ. मैं इस राज्य में राज्य का बेटी हूँ। ആത്മാവിൽ ഇതിനെ സ്വീകരിച്ച് आत्मा में स्वीकार कीजिए ഇന്ന് രാത്രി ചില വ്യത്യാസങ്ങൾ ആത്മമണ്ഡലങ്ങളിൽ സംഭവിക്കട്ടെ. कि आत्मा आत्मिक जीवन में बदलाव आने का है। പറഞ്ഞേ बोलिए बोलिए। അടുത്ത വ്യക്തികളുടെ കൈയെടുത്തിട്ട് പറഞ്ഞേ, आपके पास में जो बैठे हाथ देकर कहिए, ഒന്ന് ചാർജ് ചെയ്ത് പറഞ്ഞേ, आप हिम्मत के साथ कहिए, ഈ രാജാവിന്റെ മകനാണെന്ന് പറഞ്ഞു. आप राजा के बेटे हो। ഈ രാജ്യത്തിൽ പൊസിഷൻ എന്ന് പറയും പൊളിറ്റിക്കൽ പൊസിഷൻ. आप इस राज्य में जो आपकी पद है, പൊളിറ്റിക്കൽ പൊസിഷൻ. वो जो पद है वो सरकारी नियमों के समान। യു ആർ ദ പ്രിൻസ്. आप एक राजकुमार, യു ആർ ദ പ്രിൻസസ് आप ഓഫ് ദ एक കിങ്ഡം ഓഫ് राजकुमार ഗോഡ്. यीशु परमेश्वर के राज्य के അച്ഛാ हो। സന്തോഷമില്ലേ? क्या खुशी नहीं है क्या? ഒന്ന് ചേർന്ന് പറഞ്ഞേ, കൈ കൊടുത്തിട്ട് പറഞ്ഞേ, सब लोग मिलकर कहिए, ഐ ആം ദ പ്രിൻസ് ഓഫ് ദ കിങ്ഡം. मैं उस राज्य के राजकुमार അങ്ങനെ हूँ। കൈ കൊടുത്തിട്ട് പറഞ്ഞേ, हाथ देकर कहिए, ഐ ആം ദ പ്രിൻസസ് ഓഫ് ദ കിങ്ഡം. मैं उस राज्य के राजकुमार ഇന്ന് हूँ। രാത്രി അത് വിശ്വസിക്കുമ്പോൾ आज
പറഞ്ഞേ. सब लोग मिलके बोलिए हम राजा के बच्चे हैं. നേരത്തെ പറഞ്ഞതിനേക്കാൾ വലിയ നിയോഗമാണ് ഇപ്പൊ കേറിയേക്കുന്നത്. पहले जो बताया उस बुलाहट से भी बढ़कर एक बुलाहट है इसके अंदर. ആമേൻ. ഒന്ന് പറഞ്ഞേ, നേരത്തെ പറഞ്ഞതിനേക്കാൾ വലിയൊരു നിയോഗം ഈ പൊസിഷനകത്തുണ്ട്. आप लोग बोलिए पहले जो बुलाहट मिला उससे भी बढ़कर एक बुलाहट आपको इस पद के अंदर നിങ്ങൾക്ക് मिलेगा. നിയോഗം അറിയണോ? आपको पता है उसमें क्या है? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അറിയണോ? आपका जिम्मेदारी क्या है? വായിച്ചേ എബ്രായ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇന്നലെ വായിച്ച അതേ വാക്യം. कल जो पढ़ा वही वचन को पढ़ेंगे. इब्रानियों की पत्री 13-ാമത്തെ വാക്യം 13-14. ആ നീ എന്റെ വലതുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരോട് ആരോടെങ്കിലും പലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആ അവരെയൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ഉള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ? ശ്രദ്ധിച്ചു കേട്ടെ, വചനം ശ്രദ്ധിച്ചു കേട്ടെ. ദൈവം തന്റെ പുത്രനോട് ഒരിക്കൽ അരുളി ചെയ്ത വചനം ഇങ്ങനെ റിപ്പീറ്റഡ് ആയി പറയുക കേട്ടോ. ये जो वचन है परमेश्वर ने अपने पुत्र को बताया गया एक वचन को यहाँ पे दोहरा कर कहा है. നമ്മൾ നോക്കിയാൽ ഈ വാക്യത്തിന്റെ റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരുപാടിടത്ത് ഈ സെയിം പദം പറയുന്നുണ്ട്. यही वचन को अगर हम लोग जो इसका दूसरे जगह पे देखेंगे तो बहुत जगह पे इस वचनों को बताया गया എന്താ है. പറയുന്നത്? ദൈവം തന്റെ പുത്രനോട് പറയുകയാണ്. ये जो है परमेश्वर अपने पुत्र से कहता എന്ന് है. പറഞ്ഞാൽ ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം. ദൈവം തന്റെ പുത്രനായ യേശുവിനോട് പറയുകയാണ്, परमेश्वर अपना एकलौता पुत्र यीशु मसीह से जो कहता है, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിൽ. ഇപ്പൊ വലത്തുഭാഗത്ത് ആരാ ഇരിക്കുന്നേ? പറഞ്ഞാട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞാട്ട്. യേശു ഇരിക്കുക എവിടെ? വലത്തുഭാഗത്തിരിക്കുക. അപ്പൊ ദൈവം പിതാവാം ദൈവം പുത്രനോട് പറയുകയാണ്, ഞാൻ നിന്റെ, യേശുവിനോട് പറയുക, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. वचन इस प्रकार से है कि पिता परमेश्वर अपने एकलौता पुत्र यीशु मसीह से यो कहता है कि जब तक कि मैं तेरे बैरियों को तेरे पांवों के नीचे की पीढ़ी ना कर दूं तब तक तू मेरे दाहिने बैठ. ഇത്രയും പിടി കിട്ടിയോ? क्या समझ में आ रहा है? നിങ്ങൾ പറഞ്ഞേ, എന്താണ് ദൈവം പുത്രനോട് പറഞ്ഞേ? आप लोग बताइए क्या कहा पुत्र से? യേശുവിനോട് പറയുകയാണ്, यीशु मसीह से ऐसा कहते हैं, നിന്റെ ശത്രുക്കളെ तेरे जो बैरी है നിന്റെ പാദപീഠമാക്കുവോളം जब तक तेरे पैरों के नीचे नहीं आएगा നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. तू मेरे दाहिने बैठे रहा. ഇനി തിരിച്ചെന്റെ ചോദ്യം, अभी उल्टा मेरा सवाल ऐसा है, അപ്പൊ ഈ യേശു വലത്തുഭാഗത്തിരുന്നപ്പോ ദൈവം ഈ ശത്രുക്കളെ പാദപീഠമാക്കാൻ പോകുന്നേ? कब यीशु परमेश्वर जो है बैरियों को पैरों के नीचे लेके आने वाला है? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? क्या समझ में आ रहा है? യേശുവിടെ വലത്തുഭാഗത്തിരിക്കുക. यीशु कहता है कि दाहिने में बैठा, यीशु से दाहिने में बैठा है. പക്ഷെ പിതാവ് പറയാ, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകും. लेकिन परमेश्वर कहता है कि तेरे बैरी तेरे पांवों के नीचे आएगा. അതുവരെ നീ റൈറ്റ് ഹാൻഡിൽ ഇരുന്നോ. उतने समय तक तो दाहिने में बैठे रह. അപ്പൊ എന്റെ ചോദ്യം, പിന്നെ ആരാ ഈ ശത്രുക്കളെ പാദപീഠമാക്കുന്നേ? तो मेरा सवाल ये है कि कौन ये बैरियों को पैरों के तले लेके ഇനി आएगा? അടുത്ത നോക്ക്. आगे पढ़ेंगे. ദൂതന്മാരെ കുറിച്ച് പറയാണ്, वो स्वर्गदूतों के बारे में इस प्रकार से ഈ कहते हैं, ദൂതന്മാരെ ഒക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? क्या वे सब सेवा टहल करने वाली आत्माएं नहीं जो उद्धार पाने वालों के लिए सेवा करने को भेजी जाती है? ദൂതന്മാരെ ശത്രുക്കളെ പാദപീഠമാക്കാൻ വിട്ടെന്നല്ല പറഞ്ഞേ. वचन इस प्रकार से नहीं कहता कि दूत जन ने जाके बैरियों को पैरों के तले लेके आया. ആണോ? അല്ല, ऐसा नहीं लिखा है. നമുക്ക് ശുശ്രൂഷയ്ക്ക് വിട്ട ദൂതന്മാര്. हमारे सेवकाई के लिए भेजा गया हुआ दूत जन, വാക്യം ശ്രദ്ധിച്ചു നോക്ക്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് അയച്ച ദൂതന്മാരാ. हमारे सेवा के लिए भेजा गया दूत जन. പക്ഷെ ഇതെപ്പോഴാ പറയുന്നേ? लेकिन ये कब कहते हैं? ഇതിന് തൊട്ടുമുമ്പ് ആ വാക്യം പറഞ്ഞിട്ടാ 14-ാമത്തെ വാക്യം പറയുന്നേ, ആമേ ദൂതന്മാരെ താണ്ടെ അവർക്ക് ഞാൻ സേവയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന്. वो कभी कहते हैं, ये वचन 13 वचन के बाद 14 वचन में लिखा गया है कि मैंने ये दूत जन को सेवा के लिए भेजा है. നമ്മുടെ സഹായത്തിന് വേണ്ടി ദൂതന്മാരെ അയച്ചിട്ടുണ്ടെന്ന്. हमारे मदद के लिए दूत जन को भेजा है. ആമേ മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ रहा है? പിതാവാം ദൈവം തന്റെ ആദ്യജാതനോട് പറയുക, पिता परमेश्वर अपना पहलौठा से इस प्रकार से कहता മോനെ है, നീ ഇവിടെ ഇരുന്നോ, तू यहाँ पे बैठ जा. ഞാൻ അടുത്ത സന്തതികളെ ചാർജ് ഏൽപ്പിച്ചിട്ടുണ്ട്. ये बाकी जो मेरे संतानों को मैंने काम दिया है. നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠം അവരാക്കിക്കോളും. वो लोग मेरे शैतान मेरे शत्रुओं को मेरे पैरों के नीचे लेके आए എന്നിട്ട് അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. और उनकी सेवा के लिए मैं दूत जन को നിനക്ക് भेजा പിടി है. കിട്ടുന്നുണ്ടോ? പിടി കിട്ടുന്നുണ്ടോ? आ रहा है क्या? പിടി കിട്ടുന്നുണ്ടോ? നമ്മുടെ പവർ എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടോ?
നമ്മുടെ പൊസിഷൻ എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടോ? ഓ എത്ര പേർക്ക് മനസ്സിലായി? സത്യമായിട്ട് മനസ്സിലായിട്ട് കൈ നോക്കിക്കാട്ടെ. കാരണം ഇതൊരു അസാധാരണ വെളുപ്പാണ്. അതുകൊണ്ട് എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാം. ये वचन को एक और बार आपको समझाना था। പിതാവാം ദൈവം പുത്രനോട് പറയാ, ആദ്യജാതനോട് പറയാ, पिता परमेश्वर अपना पहलौठा पुत्र से यीशु मसीह से ऐसा कहता है, നിന്റെ റൈറ്റ് ഹാൻഡിൽ വിശ്രമിച്ചോ, ഇരുന്നോ. तू मेरे दाहिने में बैठकर आराम कर। നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകും. तेरे शत्रु जन बैरी तेरे पैरों के तले आएगा। ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ശത്രുക്കൾ എങ്ങനെയാ പാദപീഠമാകുന്നേ? दाहिने में बैठा हुआ यीशु मसीह के पैरों के नीचे किस प्रकार से शैतान या फिर उनके जो शत्रु जन आ सकते हैं? അതിന് നമ്മളെ ചാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. वो काम करने के लिए हमें रखा गया है, അതിന് നമ്മളെ ചാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. हमें उसके लिए काम दिया गया അത് है। നമ്മളാ ചെയ്യാൻ പോകുന്നത്. वो काम हम करने वाले हैं। നമ്മളത് ചെയ്യുന്നത് വരെ യേശു വലതുഭാഗത്തിരിക്കും. जब तक हम वो करेंगे यीशु मसीह दाहिने में बैठा ही रहेगा। നമ്മളത് ചെയ്തു കഴിയുമ്പോൾ हम जब वो कर लेंगे അവൻ വലതുഭാഗത്തോട്ട് പോകും. वो दाहिने से उठेगा। കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവനെ വലതുഭാഗത്ത് എഴുന്നേൽക്കാൻ പോവാ. ഓ ജീസസ്! മനസ്സിലാകുന്നവർ ആത്മാവിൽ ഇത് ഏറ്റെടുത്ത് ഇന്ന് രാത്രി ദൈവമക്കളെ കരമടിച്ച് കരമടിച്ച് ഇപ്പം ആദ്യജാതനെ വലത്തുഭാഗത്ത് ഇരുത്തിയിട്ട് ഇപ്പൊ യുദ്ധക്കളത്തിൽ ഇറക്കിയേക്കുന്ന ആരാന്ന് അറിയാമോ? മക്കളെ. पिता परमेश्वर अपने पहलौठा यीशु को जो है दाहिने में बैठाकर युद्ध भूमि में अपने बच्चों को उतारा है। അച്ഛാ ഇപ്പൊ രംഗത്ത് ഇറങ്ങിയേക്കുന്ന ആരാന്ന് അറിയാമോ? अभी कौन युद्ध भूमि में कौन है? അച്ഛാ സന്തോഷത്തോടെ പറ, ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. आप लोग बोले, मैं खड़ा हूँ युद्ध भूमि में। ശത്രുവിനെ പാദപീഠമാക്കാൻ ദൈവം രംഗത്തിറക്കിയേക്കുന്നത് യേശുവിനെ വലത്തുഭാഗത്ത് ഇരുത്തിയിട്ട് രംഗത്തിറക്കിയേക്കുന്നത് എന്നെയാണ്. അച്ഛാ നിങ്ങളെയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ മക്കളെ ഇറക്കിയേക്കുന്നത്. अपने बच्चों को खड़ा किया है। ആദ്യജാതനെ പിടിച്ച് വലത്തുഭാഗത്ത് ഇരുത്തിയിട്ട് अपने पहलौठा को जो है दाहिने में बैठाकर, അതെ ആദ്യജാതനെ പിടിച്ച് വലത്തുഭാഗത്ത് ഇരുത്തിയിട്ട് बोलिए पहलौठा को जो है दाहिने में बैठाकर പിന്നെ ഇതേക്കോ अभी क्या किया है? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളെ രംഗത്തിറക്കിയേക്കുക. यीशु के लहू से बचाए हुए लोगों को, अपने संतानों को उन्होंने युद्ध भूमि में रख ഇപ്പൊ दिया। പോയേക്കുന്നത് അംബാസിഡേഴ്സ് അല്ല കേട്ടോ. अभी जो युद्ध भूमि में वो राजदूत नहीं है, ഇപ്പം യുദ്ധക്കളത്തിൽ ഇറങ്ങിയേക്കുന്ന അംബാസിഡേഴ്സ് അല്ല, युद्ध भूमि में अभी राजदूत नहीं है, മക്കൾ बच्चे हैं, മക്കൾ बच्चे हैं, മക്കൾ संतान है, മക്കൾ. संतान है। അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി और उनकी सुरक्षा के लिए, അവരെ സേവിക്കാൻ उनकी सेवा करने के लिए ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. दूतों को भेज दिया गया है। നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി आपके बुलाहट के लिए അസാധാരണമായ
ഒരു സിറ്റിസനായി തുടരാം. इस परमेश्वर के राज्य में आप एक नागरिक के तरीके आप जी सकते हैं. എല്ലാ മീറ്റിംഗിലും കുറെ പെറ്റീഷനുമായി വരാം. हर एक सभा में आप कई विनतियों को लेकर आ सकते हैं. സൗഖ്യമാക്കണേ, चंगाई देना, വിടുവിക്കണേ, बचा लेना, അഭിവൃദ്ധി നൽകണമേ, हमें और आशीष देना, സ്ഥിതി മാറ്റണമേ. हमारी परिस्थिति को हटाना. പെറ്റീഷനുമായി വരാം. कई विनती को लेकर आप आ सकते हैं. അതല്ലെങ്കിൽ नहीं तो നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ അംബാസിഡറായി നിൽക്കാം. आप इस राज्य के राजदूत बनकर भी जी सकते हैं. അല്ലെങ്കിൽ ഒരു രാജാവിന്റെ മകൻ എന്ന പദത്തിൽ യുദ്ധക്കളത്തിൽ ഇറങ്ങാം. नहीं तो एक राजा के बच्चा बेटा या बेटी बनकर आप उस युद्ध भूमि में निकल सकते हैं. പോരാട്ടങ്ങളെ ഭയക്കാത്ത, आप जो कोई भी बातों से नहीं डरता, വ്യാപാരങ്ങളെ ഭയക്കാത്ത कोई भी बात से डरे बिना രാജാവിന്റെ മകനായി യുദ്ധക്കളത്തിൽ ഇറങ്ങാം. राजा का बेटा बेटी बनकर उस युद्ध भूमि में निकल सकते हैं. സ്വർഗീയ പിതാവേ, स्वर्गीय पिता, തിരുനാമത്തിന് സ്തോത്രം. तेरे नाम के धन्यवाद. രാത്രി വചനം കേട്ട ഓരോരുത്തരും आज रात को वचन सुना हुआ एक एक व्यक्ति के ऊपर കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. हम विश्वास करते हैं. ഇന്ന് രാത്രി ആത്മാവ് ചില വ്യക്തികളെ ഇടപെട്ട് കഴിഞ്ഞു. आत्मा ने कई व्यक्तियों से बातचीत कर लिया है. ആത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്പർശിച്ച് കഴിഞ്ഞു. आत्मा ने हमारे बच्चों को छू लिया है. അവർ അടുത്ത തലത്തിൽ ആത്മാവിനെ ഉപയോഗിക്കപ്പെടാൻ പോകുന്നവരാണെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, आने वाले पद में चढ़कर लोग तेरी सेवकाई करने वाले हैं. അങ്ങയുടെ വചനം പറയുന്നത് പോലെ तेरा वचन इस प्रकार से कहता है, ഞങ്ങൾ ജഡത്തിൽ ഉള്ളവരെങ്കിലും हम इस शरीर में है तो भी ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല. हम इस शरीर के तरीके से लड़ने वाले नहीं. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ हमारे जो लड़ने के जो आयोजन है, ഓ ഇന്ന് രാത്രി കർത്താവേ, ആ സ്പിരിച്വൽ ആമേൻ 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 ആയുധങ്ങൾ ഞങ്ങളുടെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനെ സ്തോത്രം. हमारे जो आयोजन दिया है उसके धन्यवाद करते हैं. ഒരു അംബാസിഡേഴ്സ് ആകട്ടെ. कि लोग राजदूत बनने पाए, ആയിരിക്കുന്ന ഇടത്ത് ദൈവ നിയോഗത്തിനായി നിൽക്കട്ടെ. तेरे बुलाहट को प्राप्त करने पाए. ഒരു കർത്താവേ, ദൈവരാജ്യത്തിലെ രാജാതി രാജാവിന്റെ മക്കളായി യുദ്ധക്കളത്തിൽ ഇറങ്ങട്ടെ. परमेश्वर के राज्य के राजा के बच्चे बनकर वो युद्ध भूमि में निकलने पाए. പല കോട്ടകളും ഇവർ രാജ്യത്തിന് വേണ്ടി പിടിച്ചെടുക്കട്ടെ. कई जगह के शहर को तोड़कर वो खड़े होने पाए. പല അന്ധകാര രാജ്യങ്ങളും ഇവർ ദൈവരാജ്യത്തിന് വേണ്ടി കോൺകർ ചെയ്യട്ടെ. कई देश जो अंधकार में पड़ा है वो लोग परमेश्वर के राज्य के लिए कब्जा कर दे. നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. यीशु के नाम से मांगते हैं. ആമേൻ.